ജീവിതത്തിൽ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ മരണം ഒത്തിരി എന്നെ സൗഖ്യപ്പെടുത്തിയ ഒരാളാണ്, എൻ്റെ അപ്പൻ്റെ യാത്ര. അപ്പം ഞാനെപ്പോഴും എൻ്റെ അപ്പന് പഠിച്ചിട്ടൊന്നുമില്ല, എപ്പോഴും കൊന്ത ചൊല്ലും. അപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അപ്പന് ഇല്ലെന്ന് പറയല, ഒരിക്കലും ഇല്ലെന്ന് പറയല. 18 വർഷം വാടകയ്ക്ക് താമസിക്കുമ്പം എന്നോട് അപ്പം 10 രൂപയാണ് വായ്പ ചോദിക്കുന്നത്. എപ്പോഴും അപ്പനുണ്ടെന്നേ പറയൂ. ഞാനെപ്പോഴും ഓർക്കും ദൈവം എന്തുമാത്രം. ഒരു തവണയെ കരഞ്ഞിട്ടുള്ളൂ. അന്ന് അത് എൻ്റെ കയ്യിൽ എനിക്കൊരു ഒത്തിരി ഉമ്മ തന്നിട്ട് എന്നോട് പറഞ്ഞ്, നിൻ്റെ വഴി ആർക്കും തടയാൻ പറ്റില്ല, നിന്നെ ആർക്കും എൻ്റെ അപ്പം പറഞ്ഞതാണ്. എന്നിട്ട് കണ്ണ് നിറഞ്ഞു. ഞാൻ അപ്പച്ചൻ ഇതിനെ കരയും. 5 വർഷം വീൽ ചെയറിലായിരുന്നു. 5 വർഷം വീൽ ചെയറിലായിരുന്നു. ഈ ഞരമ്പ് ചുരുങ്ങിപ്പോയിട്ട് ബ്ലഡ് സർക്കുലേഷൻ്റെ 5 വർഷം. ഞാൻ അപ്പനെ എടുത്ത് കാറേ കയറ്റി ചുമ്മാ പോകുമായിരുന്നു കിലോമീറ്റർ. എന്നിട്ട് ഈ ഹോട്ടലിൻ്റെ അടുത്ത് നിർത്തിയിട്ട് അപ്പന് ചായ മേടിച്ചു കൊടുക്കും. ബ്രൂ കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിലരെന്നോട് പറയും ഞാൻ കൊടുത്തോളാം. ഒരിക്കലും ഹൈന്ദവൻ്റെ ഹോട്ടലാണ്. അയാൾ കാറയിലിരിക്കുന്ന കണ്ടു, അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് അയാൾ എന്നെ ഇങ്ങനെ എൻ്റെ കൈ മുറുകെ പിടിച്ചിട്ട് പറയുക, നിങ്ങളൊരു ഭാഗ്യപ്പെട്ട മനുഷ്യനാണ്. അപ്പൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അപ്പൻ എപ്പോഴും എന്നോട് ജീവിതത്തിൽ ഒരാളെ എന്നോട് മടുത്തോന്ന് ചോദിക്കുകയുള്ളൂ, അത് അപ്പനാണ്, എൻ്റെ അപ്പച്ചനാണ്. ഞാൻ എപ്പോഴും ഓർക്കും. അതുകൊണ്ട് എന്തൊരു അനുഗ്രഹമായിരുന്നു അറിയാം അപ്പൻ്റെ മരണം പോലും ജീവിതത്തിൽ. ഞാൻ സൂക്ഷിക്കുന്ന ആൾ, അതിലേക്കാണ് ഞാൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറണം. എന്തൊരു ആനന്ദമാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് തരുന്നത്. എല്ലാം കാരണം വേറൊന്നുമല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. മർക്കോസിൻ്റെ സുവിശേഷം എടുക്കാമോ? അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 4 കേട്ടോ. മർക്കോസ് 4:10 വായിക്കാമോ? ആൻറ്റി വായിച്ചു, ഇവിടെ വായിച്ചു. അവർക്ക് വായിച്ചു. വായിച്ചത് വല്ലതും പിടികിട്ടിയോ? ഈശോ തിരഞ്ഞെടുത്തവരാണ് കൂടെയുള്ളവർ. അതാണ് അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്നു മറ്റുള്ളവരും. അപ്പം 12 പേര് കൂടാതെ കുറച്ച് പേരും കൂടെ ഈശോയുടെ കൂടെയുണ്ട്. അവരെന്തിനെക്കുറിച്ചാണ് ചോദിച്ചത്? ഉപമകളെക്കുറിച്ച്. അപ്പോഴെന്താ അവൻ പറഞ്ഞത്? അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആർക്കാണ് ചായ നൽകപ്പെട്ടിരിക്കുന്നത്? ശിഷ്യന്മാർക്കെന്ന് അവിടെ പറഞ്ഞോ? ഇല്ല. പറയാത്ത കാര്യം പറയാൻ ആരാ പറഞ്ഞത്? ഒന്നും കൂടെ വായിക്കും. ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്? നമുക്കെന്ന് അവിടെ പറഞ്ഞോ? ഇല്ല. ഈ പറയാത്ത കാര്യം ആരാ പറയാൻ പറഞ്ഞത്? ഒന്നും കൂടെ വായിക്കും, ശ്രദ്ധിച്ചു വായിക്കൂ. ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾക്ക്. കണ്ടോ, ഒരു വചനം തന്നെ എത്ര തവണ വായിച്ച് എന്നിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നമുക്കാന്ന് അവിടെ പറഞ്ഞിട്ടില്ല, ശിഷ്യന്മാർക്കാന്ന് പറഞ്ഞിട്ടില്ല. ഈശോ പറയാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞൊരു വാക്കാണ് നിങ്ങൾ. വായിച്ചു. അപ്പോൾ ഉപമകൾ പറഞ്ഞത് ആരോടാണ്? പുറത്തുള്ളവർ. അപ്പോൾ 2 കൂട്ടരുണ്ട്. ഒന്നാരാണ്? അകത്തുള്ളവരും. ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. അകത്തുള്ളവരും പുറത്തുള്ളവരും അല്ല, നിങ്ങളും പുറത്തുള്ളവർ. അപ്പം ദൈവരാജ്യത്തിൻ്റെ രഹസ്യം പറഞ്ഞ ആരോടാണ്? നിങ്ങളോട്. ഉപമകൾ പറഞ്ഞ ആരോടാണ്? പുറത്തുള്ളവർ. തുറന്ന് വായിച്ചു. അവർ പുറത്തുള്ളവരെ യേശു വിളിച്ച വാക്കാണ് അവർ. അപ്പം ഇനി പുറത്തുള്ളവരെന്ന് പറയരുത്, ഇനി എന്ത് പറയണം? അവർ. അപ്പം നിങ്ങളും അവരും. കറക്റ്റ്. നിങ്ങളും അവരും. ദൈവരാജ്യത്തിൻ്റെ രഹസ്യം പറഞ്ഞത് ആരോടാണ്? നിങ്ങളോട്. നമ്മളോടല്ല, നിങ്ങളോട് കേട്ടാ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യം പറഞ്ഞ ആരോടാണ്? നിങ്ങളോട്. ഉപമകൾ പറഞ്ഞത് ആരോടാണ്? അവരോട്. വായിച്ചു. അവരുടെ പ്രത്യേകതയാണ് അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ
മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. അവരുടെ പ്രത്യേകത, പുറത്തുള്ളവരുടെ പ്രത്യേകത, അവർ എത്ര കണ്ടാലും കാണും, പക്ഷെ അവർ കാണും, പക്ഷെ അവർ സ്വീകരിക്കില്ല. കേൾക്കും, പക്ഷെ അവർ ഗ്രഹിക്കത്തില്ല. കാരണം അവരാരാണ്? പുറത്തുള്ളവരെ എന്തെന്നാ പറഞ്ഞത്? കാരണം അവരാണ്. ചോദിക്കട്ടെ, നിങ്ങളാണോ അവരാണോ? നിങ്ങൾ ആരാണീ നിങ്ങൾ? ആരാണവർ? അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പറഞ്ഞു നമ്മളെല്ലാവരും നിങ്ങളാന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 11 തിരുവചനം വായിച്ച്. ആര് സ്വീകരിച്ചില്ല? കണ്ടോ, അവർ. അവൻ വന്നത് എങ്ങോട്ടാണ്? സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്കാണ്. അപ്പൊ സ്വന്തം ജനത്തിൽ ആരുണ്ട് അച്ചായ? അവരുണ്ട്. അപ്പൊ ഇവിടെ പള്ളിയിൽ ആരുണ്ട്? അവരുണ്ട്. ഉണ്ടോ? നമ്മളോർക്ക് അവർ എന്ന് പറയുമ്പം ചങ്ങനാശ്ശേരി ടൗണിലുള്ളവരാന്ന് അല്ല, സ്വന്തം ജനത്തിൽ തന്നെ ആരുണ്ട്? അവരുണ്ട്. അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തുടർന്ന് വായിച്ചു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. ഉണ്ടോ? അപ്പം ശ്രദ്ധിക്കണം. 2 കൂട്ടരുണ്ട്, ഒന്ന് നിങ്ങളും അവരും. ഇനി അടുത്ത വചനം എന്താണ്? അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം സ്വന്തം ജനത്തിൽ തന്നെ ആരുണ്ട്? അവരുണ്ട്. ഇടവകയിൽ ആരുണ്ട്? അവരുണ്ട്. പള്ളിയിൽ ആരുണ്ട്? അവരുണ്ട്. എന്തോ? അവർ അവനെ സ്വീകരിച്ചവർക്ക് അവൻ ദൈവ മക്കളാകാൻ കഴിവ് നൽകി. ഉണ്ടോ? അപ്പം യേശുവിനെ സ്വീകരിച്ചവരെ യേശു വിളിച്ച വാക്കാണ് നിങ്ങൾ. ബ്രാക്കറ്റിൽ ദൈവമക്കൾ. തുറന്നു വായിച്ച്. കഴിവ് നൽകി. തുടർന്ന് കേട്ടോണേ, അവർ ജനിച്ചത്, അവിടെ അവർ എന്ന് പറഞ്ഞു, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ എന്ന് പറഞ്ഞ് മനസ്സിലായോ? അതായത് അവനെ സ്വീകരിക്കാത്തവരില്ലേ, അവനെ അവർ ജനിച്ചത് എവിടുന്നാണെന്നറിയോ? അവർ ജനിച്ചത് എവിടുന്നാണ്? ശാരീരിക അഭിലാഷത്തിൽ നിന്ന്, പുരുഷന്റെ ഇച്ഛയിൽ നിന്ന്. പുറത്തുള്ളവർ ജനിച്ചത്, അവനെ സ്വീകരിക്കാത്തവർ ജനിച്ചത് എവിടുന്നാണ്? അവിടെ അവർന്ന് പറയുന്നുണ്ട്, പക്ഷെ അവർ ജനിച്ചത് എവിടുന്നാ? അതായത് സംഭവം ഇതാണ്, അവനെ സ്വീകരിച്ചവർ നിങ്ങൾ അവർ ജനിച്ചത് എവിടുന്നാണ്? അവർ ജനിച്ചത് ദൈവത്തിൽ നിന്ന്. അതേ സമയത്ത് ഇതുവരെ സ്വീകരിക്കാത്തവരെ പുറത്തുള്ളവരില്ല, അവരില്ലേ, അവർ ജനിച്ചത് എവിടുന്നാണ്? അവർ പുരുഷന്റെ ഇച്ഛയിൽ നിന്നാണ്, രക്തത്തിൽ നിന്നാണ്, മാംസത്തിൽ നിന്നാണ്. അതുകൊണ്ട് എന്താ പ്രശ്നമെന്ന് അറിയാവോ? അവർക്ക് എത്ര കേട്ടാലും അവരുടെ ചിന്ത എന്തായിരിക്കും? അവരുടെ ആഗ്രഹവും ചിന്തയും അവരുടെ ഈ ശരീരത്തിൻ്റെ പ്രവണതകളായിരിക്കും. എന്ന് വെച്ചാൽ ജഡികാഭിലാഷങ്ങളല്ല, മറിച്ച് ജോലിയില്ല, വീടില്ല, ഇതുവരെ കൊച്ചിൻ്റെ കല്യാണം നടന്നിട്ടില്ല, ഇതുവരെ ബാങ്കിലെ ലോൺ അടഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇങ്ങനെ പറയുമ്പോൾ ഓർത്തോണം, ഇവരാരാണ്? അവരാണ്. ഇവർ ജനിച്ചെവിടുന്നാണ്? പിശാചിന്നോ? ഇവർ ജനിച്ചത് പുരുഷന്റെ ഇച്ഛയിൽ നിന്ന്, ജഡത്തിൽ നിന്ന്. കണ്ടോ? ഇങ്ങനെയുള്ളവരോട് എത്ര ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. ചോദിക്കട്ടെ, നിങ്ങളാണോ അവരാണോ? നിങ്ങൾ. ഇവിടെയുള്ളവർ നിങ്ങളാണോ അവരാണോ? നിങ്ങൾ. ശരി, മത്തായിയുടെ സുവിശേഷം 10:9 വായിച്ച്. 10:9. ഈ ചേച്ചി പോയി, അവിടെ കിട്ടും, അതുകൊണ്ടാണ്. മൈക്കിൽ കൂടിയാണെങ്കിൽ കുഴപ്പമില്ല. ആരുടെ? നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കൽ. ചോദിക്കട്ടെ, ഉണ്ടോ? ഉണ്ട്.
കണ്ടോ? വചനം പറയാണ് നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണം. ഈ അരപ്പട്ട എന്ന് പറയുമ്പോൾ അപ്പച്ചന്മാർ ഓർക്കും, അമ്മച്ചിമാർ ഓർക്കും അരഞ്ഞാണമാണെന്നല്ല. പണ്ടൊക്കെ നമ്മുടെ അപ്പച്ചന്മാർക്ക് ബനിയനും മുണ്ടുമായിരുന്നു, ഓർക്കുന്നുണ്ടാ? ഷർട്ടല്ലായിരുന്നു. എന്നിട്ട് ബെൽറ്റ് കെട്ടുമായിരുന്നു. ആ ബെൽറ്റിന് എന്തുണ്ടായിരുന്നു? പോക്കറ്റുണ്ടായിരുന്നു. അപ്പോൾ പണം എവിടെയാണ് ഇട്ടിരുന്നത്? പോക്കറ്റിൽ. അപ്പം നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ഉണ്ടാകാൻ പാടില്ല. ചോദിക്കട്ടെ, ഉണ്ടോ? വചനം പറയാണ് നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. എന്ന് വെച്ചാൽ പണം ഉപയോഗിക്കരുതെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വർണം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല. ശേഖരിക്കരുത്. നിങ്ങളുടെ, അവരുടെ അല്ല, നിങ്ങളുടെ. ചോദിക്കട്ടെ, നിങ്ങൾ ശേഖരിക്കുന്നവരാണോ? ഒറ്റ ചോദ്യമുള്ളൂ. ഉണ്ടോ ആൻറ്റി? സ്വർണ്ണം ഉണ്ടോ? ഒന്നുമില്ല. ഇതെല്ലാം കൊന്ത പിടിച്ചുകൊണ്ടാണ് നുണ പറയുന്നത്. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞു നിന്നു. ഞാൻ പറഞ്ഞായിരുന്ന? ഇല്ല. ഞാൻ നവീകരണത്തിൽ വരുമ്പോൾ ഇവിടെ ഒരു സ്വർണ്ണ ചെയിൻ, ഇവിടെ മോതിരം. ഞാൻ ഇങ്ങനെയാ ഹാലലിയ പറഞ്ഞില്ലേ? ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണെന്നറിയോ ദൈവം കരുതരെന്ന് പറഞ്ഞത്? കരുതരെന്ന് പറയാൻ കാരണം, ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിച്ചപ്പോൾ എന്തു ചെയ്തു? മരുഭൂമി വെച്ച് അവർക്ക് വിശന്നപ്പോൾ അപ്പൻ എന്ത് കൊടുത്തു? മന്ന കൊടുത്തു. എന്തിനാ മന്ന കൊടുത്തത്? അവർക്ക് കഴിക്കാൻ. എന്താ മന്ന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? മന്ന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇതെന്താണ് അല്ലേ? അതായത് എനിക്ക് പൊറോട്ടയാണ് ഇഷ്ടമെങ്കിൽ ഈ മന്ന കഴിക്കുമ്പം എനിക്ക് എന്തിൻ്റെ ടേസ്റ്റ് വരും? പൊറോട്ടയുടെ. കപ്പയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് കപ്പ കഴിക്കുമ്പോൾ എന്തിൻ്റെ ടേസ്റ്റ് വരും? കപ്പയുടെ ടേസ്റ്റ് വരും. അതാണ് മന്ന. മന്ന കൊടുത്തപ്പോൾ ദൈവം 2 കാര്യമാണ് മക്കളോട് പറഞ്ഞത്. ഒന്ന്, എന്ത് ചെയ്യരുത്? ശേഖരിക്കരുത്. 2, സാബത്ത് ദിവസം ഇത് പെറുക്കരുത്. ഭക്ഷിക്കരുത്, പെറുക്കരുത്. അവർ ചെയ്തത് എന്താ? അവർ ശേഖരിച്ചു. പിറ്റേന്ന് തുറന്നപ്പോൾ എന്തായി? പുഴുവായി. എന്തുകൊണ്ടാണ് അത് പുഴുവായത്? അല്ല, അനുസരിക്കാത്തതുകൊണ്ടല്ല. ശേഖരിക്കരുതെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? അതായത് നിങ്ങൾ ആ ശേഖരിച്ചു വെച്ചത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോഴെന്താ പറ്റിയെന്നറിയാവോ? വേറൊരാൾ കണ്ണുനീര് ഒഴുക്കുമ്പോൾ നിങ്ങൾ ശേഖരിച്ചു വെക്കുന്നു. എന്നിട്ടോ അവർ കരയുമ്പോൾ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, അവരുടെ കണ്ണുനീരിന് നീ ഉത്തരം പറയണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ശേഖരിക്കരുത്. എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങൾ എന്താണ് ആവശ്യത്തിന് എടുക്ക്. ഇന്ന് പ്രശ്നം എന്താണെന്നറിയോ? എന്നിട്ട് ഈശോ ഒറ്റ പ്രാർത്ഥനയെ പഠിപ്പിച്ചുള്ളൂ. ഏതാണ്? എടുത്ത് ലൂക്കായുടെ സുവിശേഷം 11:1 വായിച്ച്. അന്നു വേണ്ടുന്ന ആഹാരം ഓരോ ദിവസവും. അത് ഒരാഴ്ചത്തേനാണോ ഒരു മാസത്തേനാണോ? അന്നു വേണ്ടുന്ന ആഹാരം ഓരോ ദിവസവും തരണം. പ്രിയപ്പെട്ടവരോട് ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, നമ്മുടെ ജീവിതങ്ങൾ എടുത്തു. ഞാൻ 84 നവീകരണത്തിൽ 96 എൻ്റെ വിവാഹം. 2000 ആയപ്പോൾ ദൈവം ഒരുപാട് സമ്പത്ത് തന്ന് ഞാൻ വണ്ടി മേടിക്കുകയും ഏലത്തോട്ടം മേടിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ ഈ കൃപയിൽ നിന്ന് അകന്നുപോയി. സമ്പത്ത് ഉണ്ടാക്കാൻ പോയി. എൻ്റെ ലോറി മൂന്നാറിൽ നിന്ന് പോരുമ്പോൾ മറിഞ്ഞ്
ഏലത്തോട്ടങ്ങൾ നഷ്ടത്തിലായി. അവസാനം വിറ്റാലും തീരാത്ത കടം, സകല സമ്പത്തും നഷ്ടപ്പെട്ട് ഞാൻ കോതമംഗലത്ത് വന്ന് വാടകയ്ക്ക് താമസിക്കുകയാണ്. 110 വർഷം പഴക്കമുള്ളൊരു വീട്. ഞാനവിടെ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഞാൻ ധ്യാനിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അന്ന് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ആളുകൾ വരും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെന്നെ പറയും, ബ്രദറെ വീടില്ല കേട്ടോ, വീടില്ല. ഞാൻ പറയും എനിക്കും വീടില്ല. ബ്രദറിനും ഇല്ല. നമുക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. അവരെനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും, ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അങ്ങനെ പോകുന്നൊരു കാലഘട്ടം. അന്ന് ഞാൻ ഈ ദൈവ പൈതലാണെന്ന് എനിക്ക് ഇത്രയും ബോധ്യമില്ല. അങ്ങനെ പോകുന്ന സമയത്താണ് അഹമ്മദാബാദ് ധ്യാനം. 700 മലയാളികൾ ധ്യാനിക്കാനുണ്ട്. ഞാൻ ചുരുക്കി പറയണം, ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം പുനലൂരുകാരൻ ജയിക്കപ്പേട്ടൻ അയാളെൻ്റെ മുറി വന്നു. അയാളെ വിളിച്ച് നിനക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്നെ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പാൻറ് ഷർട്ടുള്ളൂ നല്ലത്. ഞാനിത് കഴുകി ഫാൻ്റെ കീഴിൽ പിടിച്ച് ഉണക്കും രാത്രിയിൽ. അപ്പോൾ കൂടെ ക്ലാസ് എടുത്തുകൊണ്ടുന്ന ആളെന്നോട് ചോദിച്ചു, തനിക്ക് ഒന്നേ ഉള്ളോ? ഞാൻ പറഞ്ഞു ഒന്നേ ഉള്ളൂ. വിഷമം വല്ലതും ഉണ്ടോ? വിഷമം ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഷർട്ട് എടുത്ത് തന്നാൽ എൻ്റെ വിഷമം മാറും. അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്, ആരോടും പ്രാർത്ഥിക്കാമെന്ന് പറയരുത്. സത്യമാണ്. ചോദിക്കണേ, എന്തിനാ നീ കരയുന്നത്? നമ്മൾ ഒരു ദൈവ പൈതൽ ചോദിക്കേണ്ട ചോദ്യം അതാണ്. ഈശോ ചോദിച്ചില്ലേ, എന്തിനാ നീ കരയുന്നത്? നമ്മൾ ചോദിക്കണം, എന്തിനാ നീ കരയുന്നത്? ഓരോരുത്തരും കരയുന്നതിന് കാരണങ്ങളുണ്ട് ചായ, കാരണങ്ങളുണ്ട്. അന്ന് ആരും എന്നോട് പ്രാർത്ഥിക്കാൻ. ഞാനന്ന് വൈകിട്ട് കിടന്നുറങ്ങി. ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, ദൈവം പോറ്റുന്നുണ്ട്. പെട്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞ വാക്കെന്നറിയോ? എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ വന്നത് നിങ്ങൾക്ക് അല്പം പണം തരാനാണ്. ആദ്യമായിട്ടാണ് ഒരാൾ എനിക്ക് പണം തരാമെന്ന് പറയുന്നത്. 500 1000 ഞാൻ ചാടിപ്പിടിക്കും. 22 വർഷം മുമ്പാണ്. പക്ഷേ ഈ മനുഷ്യൻ്റെ അടുത്തൊരു കെട്ടാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സാറേ പൈസ ഉണ്ട്. പൈസയ്ക്കല്ല വന്നത്, എനിക്ക് ഇവിടുന്ന് വണ്ടിക്കൂലി കിട്ടും. പെട്ടെന്ന് അയാൾ പറഞ്ഞ് ദൈവം പറഞ്ഞിട്ടാണ്. നമ്മൾ ദൈവം പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നാളെ പറയാം. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, നാളെ എപ്പോൾ വരണം? ഞാൻ പറഞ്ഞു, നാളെ 4 മണിയാകുമ്പോൾ ഞാൻ മുറിയിലുണ്ട്, അന്നേരം വന്നാൽ മതി. ഈ മനുഷ്യൻ ഇറങ്ങിപ്പോയി. അതുവരെ സ്വസ്ഥതയോടെ സുവിശേഷം പ്രസംഗം എൻ്റെ സ്വസ്ഥതയും പോയി. പിന്നെ ഇത് മേടിക്കണോ വേണ്ടയോ? രാത്രി കിടന്നുറങ്ങി. വെളുപ്പിന് 3 മണിക്ക് എന്നെ കർത്താവ് വിളിച്ചെഴുന്നേൽപ്പിച്ച്. അവിടെ വെച്ചിട്ടാണ് എൻ്റെ കാഴ്ചപ്പാടുകൾ മാറുന്നത്. ദൈവം 3 കാഴ്ചയാണ് എനിക്ക് കാണിച്ചു തരുന്നത്. ആദ്യത്തെ കാഴ്ച, ഒരു മുറി നിറയെ 500-ൻ്റെയും 100-ൻ്റെയും നോട്ടുകൾ ഇങ്ങനെ അടുങ്ങിക്കിടക്കുക. ഒരു പെണ്ണ് ചൂലുകൊണ്ട് ഈ പണം അടിച്ചു കൂട്ടുന്നു. ഞാൻ കർത്താവിനോട് ചെയ്തെന്താണ് കർത്താവേ? എന്നോട് തമ്പുരാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാ, സുനിലെ അടിച്ചു കൂട്ടുന്നത് എന്നതാണ്. ഞാൻ പറഞ്ഞു, ചവറാണ്. എൻ്റെ തമ്പുരാൻ എന്നോട് ആദ്യം പറഞ്ഞു തന്നു, മോനെ പണം ചവറാടാ, പണം ചവറാണ്. രണ്ടാമത് ഞാൻ കണ്ടത്, എൻ്റെ മൂത്ത മോളും മരിച്ചു പെട്ടി കിടക്കുന്നു. കുഞ്ഞാണ്. ഞാനോടത്തത് മരിച്ചു പോകുന്നതാണ്. ഞാൻ നൊലോളിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഇതിനെ എടുക്കുവാണോ? അന്ന് ദൈവം എനിക്കൊരു ഉത്തരം തന്ന്, അത് നിൻ്റേതല്ല, അത് എൻ്റേതാണ്. കാരണം ഞാൻ ഈ മക്കളെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. എൻ്റെ പട്ടിണി ഇതൊന്നുമല്ല കേട്ടോ. എൻ്റെ പട്ടിണി അതിഭയാനകമാണ്. ഞാനതുപോലെ വിഷമിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മക്കളെ കെട്ടിപ്പിടിച്ച് കരയും. കാരണം അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് അപ്പനെന്തിനാ കരയുന്നത്? കാരണം ഞങ്ങൾ അത്രയും സമ്പന്നർ, അവിടെ നിന്നാണ് ഈ കുഴി വന്നത്. കാരണം ഇതുങ്ങൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാനില്ല. എൻ്റെ അനുജൻ്റെ കൊച്ചും മരിച്ച് ഈ സമയത്ത് മരിച്ചിട്ട് ബോഡി വീട്ടിൽ കൊണ്ടുവന്നില്ല. 2 കാരണമുണ്ട്. ഒന്ന്, വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റിവെക്കാൻ പറ്റിയ വീടല്ല. 2, അങ്ങനെ കയറ്റിവെച്ച ആരും വരില്ല. ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, തനിക്കാരുമില്ലേ? ഞാൻ പറഞ്ഞു, അങ്ങനെ ആരുമില്ല അച്ഛാ. വഴിക്ക് വെച്ചെല്ലാം നഷ്ടപ്പെട്ടതാണ്. സത്യമാണ്. അന്ന് ആദ്യം ഈ സാമ്പത്തിക തകർച്ച ഉണ്ടായപ്പോൾ ആദ്യം പ്രാർത്ഥനക്കാർ, കരിസ്മാറ്റിക്കാർ വിചാരിച്ച് ഞാനെന്തോ മഹാപാപം ചെയ്തെന്നാണ്. രണ്ടാമത് കൂടെ നിന്നിട്ട് പിന്നെ കാര്യമില്ലല്ലോ, സകലരാൽ ഉപേക്ഷിക്കപ്പെട്ടു. സത്യമാണ്. അന്ന് കോതമംഗലത്ത് ധർമ്മഗിരി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഒരു മുഴുത്ത കുരിശുരൂപമുണ്ട് ചപ്പലിൽ. ഞാൻ അതിൻ്റെ ചോട്ടിൽ പോയിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാരണം ആരും ഉത്തരവില്ല പ്രിയപ്പെട്ടവരെ. സത്യമാണ്. അതുകൊണ്ട് ഈ കൊച്ചു മരിച്ചു പോകുന്നതാണ്. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അത് നിൻ്റേതല്ലാതെ എൻ്റേതാണ്. അതിൽ പിന്നെ ഞാൻ എൻ്റെ മക്കളെ ഓർത്തിട്ടില്ല. മൂന്നാമത് ഞാൻ കണ്ട തിന്മയുടെ ഒരു തലം. 3 കാഴ്ച. നേരം വെളുത്ത് 8 മണിയായപ്പോൾ അച്ഛൻ പറഞ്ഞു, കൗൺസിലിങ്ങിന് ഉച്ച കഴിഞ്ഞ് ക്ലാസ് എടുക്കാം. ഉച്ച കഴിഞ്ഞ് അപ്പോൾ അവിടെ ഈ വിദേശത്ത് പോയാലത്തെ ഒരു പ്രത്യേകത, എൻ്റെ അടുത്ത് ഒരാൾ കൗൺസിലിങ്ങിന് വരുവാണെങ്കിൽ എൻ്റെ 1 മണിക്കൂർ എടുത്താൽ അവരൊരു ഇൻകം നമുക്ക് തരും. എന്നുവെച്ചാൽ അവരങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, സുനിൽ അവർ കൊണ്ടുപോയി എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് പൈസയോ ഒക്കെ തന്നാൽ അത് നോ പറഞ്ഞേക്കരുത്, മേടിച്ചോണം. അപ്പോൾ എൻ്റെ അടുത്ത് ഫാമിലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കൗൺസിലിംഗ് എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ കൈ ഒപ്പിയിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറിന് അല്പം ദശാംശം ഞങ്ങൾ കരുതിയിട്ടുണ്ട്,
എത്രയുണ്ട്? 5000 രൂപ. ഇപ്പോഴല്ലോ കേട്ടോ, എത്ര വർഷം മുമ്പാണ്. ഞാൻ പറഞ്ഞു ഇന്ന് തരണ്ട, വെള്ളിയാഴ്ച പോകുമ്പം തന്നാൽ മതി. പക്ഷേ എഴുന്നേറ്റ് പോയി. അടുത്ത ആൾ വന്നപ്പോഴും ഇതുപോലെ പറഞ്ഞു. പെട്ടെന്ന് ഈ തലേദിവസം അടിച്ചു കൂട്ടിയ കാഴ്ച എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ എഴുന്നേറ്റ് ചാപ്പലിൽ പോയി. അവിടെ ഇരുന്നപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു അത് മേടിക്കരുതെന്നാണ്. അതിന് ചവറെന്ന് പറഞ്ഞത്. കറക്റ്റ് 4 മണിയായപ്പോൾ ഈ ജയിക്കപ്പേട്ടൻ വന്നു. അയാൾ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചോ? ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു വാങ്ങിക്കരുത്. അയാൾ ഞെട്ടി കേട്ടോ. അയാൾ കാർഡ് എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ മറക്കരുത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതെന്തിനാണെന്നറിയോ കർത്താവ് ഇതെന്നെ പഠിപ്പിച്ചത്? എനിക്ക് അവിടെ ചെല്ലുന്നു വരെ ഈ സേവ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ മക്കൾക്ക് കുടുക്ക മേടിച്ചു കൊടുക്കുന്നു, ഇതിനകത്ത് ഇടണം. കാരണം എന്നെ ചെറുപ്പം തുടങ്ങി അങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്. സൂക്ഷിച്ചു വെക്കണം, നാളേക്ക് കരുതി വെക്കണം. എന്നോട് കർത്താവ് പറഞ്ഞ് ശേഖരിക്കാൻ പാടില്ല. 23-24 വർഷമായി. അതിൽ പിന്നെ ഇന്ന് വരെ ഞാൻ ശേഖരിക്കുകയില്ല. ഞാനും ഭാര്യയും മക്കളും ശേഖരിക്കുകയില്ല, അന്നു മുതൽ ഇന്നു വരെ. ഇനി ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലോ എൻ്റെ കൂട്ടുകാരൻ രാജഗിരി കിടക്കുന്നു. എന്താണ് ഈ മൂത്രത്തിൽ പ്രശ്നമായിട്ട്. അപ്പം ഞാനവിടെ ചെന്നപ്പം രാജകീയമായിട്ടാണ് അവൻ കിടക്കുന്നത്. കിടക്കുവാണെങ്കിൽ അവിടെ കിടക്കണം കേട്ടാ, സത്യമാണ്. ജ്യൂസ് എന്തെല്ലാം സാധനങ്ങളൊക്കെയാണെന്നറിയും. അപ്പം ഞാൻ ചോദിച്ചു മുഖത്ത് നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പം അവൻ പറഞ്ഞു എടാ ഇൻഷുറൻസ് ഉണ്ട്. ആ എന്തുണ്ട്? ഇൻഷുറൻസ്. അപ്പോൾ അവൻ എന്നോട് നീ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇൻഷുറൻസ് ഉണ്ടോ? ആ ഉണ്ട്. കറക്റ്റ്. പിറ്റേ മാസമായപ്പം ഞാൻ വേറൊരു കേസും ഭയങ്കര അതിന് പ്രൊഫഷൻ ഇവിടെ കോട്ടയത്ത് കിടക്കുന്നു. പുള്ളി എന്നപ്പോൾ പുള്ളി അതിലും സന്തോഷത്തിൽ. പുള്ളിക്കും ഇവിടെ പ്രശ്നം, യൂറിൻ പ്രശ്നം. അപ്പം പുള്ളിക്കും ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ എന്നോട് പറഞ്ഞു 6 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ആണ്. അപ്പോൾ എന്നോട് അദ്ദേഹവും പറഞ്ഞു എന്ത് ചെയ്യാൻ, ഒരെണ്ണം എടുക്കാൻ. പിറ്റേ ആഴ്ച പൊൻകുന്നത്ത് എനിക്ക് പ്രസംഗം കഴിഞ്ഞ് പാലായി വന്ന് ഇറങ്ങിയപ്പം എനിക്കും കല്ല്. ഞാൻ വണ്ടിയെ കിടന്ന് ഉരുളുകയാണ്. പെട്ടെന്ന് ഞാൻ ഓർത്തു അവരെടുക്കാൻ പറഞ്ഞ അന്നേരെ എടുത്താൽ മതിയായിരുന്നു. ഞാൻ കിടന്ന് കൂവി കാറി ഭയങ്കര വേണം പുറത്തിറങ്ങി. അപ്പം ഞാനോർത്ത് ആരെ വിളിക്കും? പെട്ടെന്ന് എൻ്റെ പ്രയർ ഗ്രൂപ്പിലെ കുട്ടിച്ചേട്ടനുണ്ട്, റബ്ബർ കച്ചവടമൊക്കെയാണ്. ഞാൻ കുട്ടിച്ചേട്ടനെ വിളിച്ചു. കുട്ടിച്ചേട്ടൻ ചോദിച്ചു ബ്രദർ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു പൊൻകുന്നം പാല റൂട്ടിലുണ്ട്, ഇതാണ് അവസ്ഥ. പുള്ളി കാർ വിട്ട് വന്നു കേട്ടാ. എന്നെ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ എത്തിച്ച് പരിശോധിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഇത് കല്ലാണ്, 2 ഇഞ്ചക്ഷൻ എടുത്ത്. അപ്പോൾ പറഞ്ഞു ഇവിടെ സ്കാനില്ല, എവിടെ ചെയ്യണം? ഇവിടെ ഞങ്ങൾക്ക് പാലാ രൂപതയ്ക്കൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഈ കുട്ടിഞ്ഞേട്ടൻ ഭാര്യ വന്ന് ഭാര്യയുടെ ആങ്ങളെയും വന്നപ്പോൾ കുട്ടിഞ്ഞേട്ടൻ പറഞ്ഞു ബ്രദറെ ഞാൻ പൊക്കോളാം. ഇറങ്ങുന്ന സമയത്ത് ആ മനുഷ്യനൊരു 10,000 രൂപ എൻ്റെ പോക്കറ്റിൽ 10 ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞു പൈസ വേണ്ട, ഇല്ല ഇരിക്കട്ടെ, ഇത് ആവശ്യം വരുമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് എവിടെ പാല എന്താണ് അതിൻ്റെ പേര്, മാർസിലീവ. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് സ്കാൻ ചെയ്യണം, കല്ലാണ്. ഏത് സൈസ് സ്കാൻ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു നിമിഷം, ഞാൻ ഈ പോക്കറ്റിലുള്ള എത്രയുണ്ടെന്നൊന്ന് നോക്കിയിട്ട് പറയുന്നു. നോക്കിയപ്പോൾ 10 രൂപ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഏതൊക്കെ ഉണ്ട്? അവർ 6-ൻ്റെ ഉണ്ട്, 4-ൻ്റെ ഉണ്ട്, 2-ൻ്റെ ഉണ്ട്. അപ്പോൾ 10 ഉണ്ട്. അപ്പോൾ ഏത് ചെയ്യാം? 6-ൻ്റെ വേണം ചെയ്തോളാൻ പറഞ്ഞു. വേണ്ട 4 ആയാലും മതി എന്ന് പറഞ്ഞു. 4 ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു കല്ലാണ്, മരുന്നും തന്ന് ഡിസ്ചാർജ് ചെയ്ത്. ഞാൻ രാത്രി 11 മണിയായപ്പോൾ കാറിൽ കയറി വീട്ടിലേക്ക് വരുമ്പം ഞാൻ നോക്കി, 4 ഇവിടെയായി, 1.5 അവിടെയായി. അപ്പോൾ 5.5. ബാക്കി എത്രയുണ്ട്? 4.5 പോക്കറ്റിലുണ്ട്. അപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചു നിനക്ക് ഇൻഷുറൻസ് വേണോ? വേണ്ട, കാരണം 4,500 രൂപ ബാക്കി. സത്യമാണ് പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യമാണ്. നമ്മുടെ പ്രശ്നം എന്നറിയോ? നമ്മൾ 1 മാസത്തേനുള്ള അരി സ്റ്റോക്ക് ചെയ്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും, അന്നു വേണ്ടുന്ന ആഹാരം കറക്റ്റാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വിശ്വാസം എന്ന് പറയുന്നത് ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇന്നത്തെ പ്രശ്നം ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണ്, എന്നിട്ട് ഇവൻ്റെ പ്രാർത്ഥന കേൾക്കണം. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ശേഖരിക്കാതെ ജീവിക്കാൻ? ധൈര്യമുള്ള എത്ര പേരുണ്ട് ശേഖരിക്കാതെ ജീവിക്കാൻ? അപ്പോഴാണ് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഞാൻ എൻ്റെ മക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞില്ലേ 22 വർഷം മുമ്പ്. ഇന്ന് എൻ്റെ മൂത്ത മോള് പഠിക്കുന്ന UK അവൾ പഠിച്ചത് സ്റ്റെല്ല മാരിസ് ചെന്നൈയിൽ. അതിനുശേഷം ഇപ്പോൾ UK MSWന് ILTC 8.5 കിട്ടി സ്കോർ. ഫസ്റ്റ് 8.5 കിട്ടി ഒറ്റ തവണ 8.5 കിട്ടി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ആ ക്യാമ്പസിൽ കിട്ടണമെങ്കിൽ 8.5 കിട്ടണം. രണ്ടാമത്തെ മോള് ഫിസിക്സിന് SRM കോളേജ് ചെന്നൈയിൽ 2nd റാങ്ക്.
ഇപ്പോൾ കൊളോൺ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് ആഗ്രഹമായിരുന്നു പള്ളിയിൽ പോകണം. ആ യൂണിവേഴ്സിറ്റിക്കകത്ത് പള്ളിയുണ്ട്, കത്തോലിക്ക യൂണിവേഴ്സിറ്റിയാണ്, ഏറ്റവും സമ്പന്ന സ്ഥലം. ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ പൊരുൾ എന്നാണെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഈ നിമിഷം വരെ ഞാൻ ശേഖരിക്കാൻ പാടില്ല. അതാണ് അവരും നിങ്ങളും എന്ന് പറയുന്നത്. ഉണ്ടോ ജീവിതത്തിൽ? അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവം നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിച്ചോ? ആവശ്യത്തിന്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എടുക്കാമോ? മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 10-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം, 10:16 വായിച്ച്. മത്തായിയുടെ സുവിശേഷം 10:16. അത് തന്നെ വായിച്ചു. ആരെ അയക്കുന്നു? നിങ്ങളെ അവരും നിങ്ങളും. ഉണ്ടോ? അവരെ അല്ല, നിങ്ങളെ അയക്കുന്നു. വായിച്ചു. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. വായിക്കും. ആരെ സൂക്ഷിക്കണം? ആരെ സൂക്ഷിക്കണം? മനുഷ്യരെ. മനുഷ്യരെ. അപ്പൊ നമ്മൾ ആരാണ് ആൻറ്റി? എന്താണ്? മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളണം. അടുത്ത വചനം എന്താണ്? അവർ നിങ്ങളെ. കണ്ടോ? അവരും നിങ്ങളും. ആരെ സൂക്ഷിക്കണം? മനുഷ്യരെ സൂക്ഷിക്കണം. അപ്പം നമ്മൾ ആരാണെന്നാണ് ചോദിച്ചത്? ദൈവമക്കൾ. ആരാണത് പറഞ്ഞത്? കറക്റ്റ്. നമ്മൾ മനുഷ്യരല്ല ആൻറ്റി. നമ്മൾ ആരാണ്? നമ്മുടെ മക്കൾക്ക്, ആൻറ്റിയുടെ മക്കൾക്കും ആൻറ്റിയെ കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഇടവകയിലുള്ളവർക്ക്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങളെ കണ്ടിട്ട് എന്ത് വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. അക്രൈസ്തവരായ മക്കളുണ്ടല്ലോ, അവരും നമ്മൾ എന്ത് വ്യത്യാസമുണ്ട്? വല്ല വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ഇല്ല. അവരും പണം ഉണ്ടാക്കുന്നു, പണം ശേഖരിക്കുന്നു, ഭക്ഷിക്കുന്നു, മരിക്കുന്നു. നമ്മളോ? ശേഖരിക്കുന്നു, പിന്നെ വർഷത്തിൽ ഓരോ ധ്യാനം കൂടുന്നു. അവർ കുളിച്ച് ഈറനണിഞ്ഞ് അമ്പലത്തിൽ പോവും. നമ്മൾ കുളിക്കാതെ പള്ളിയിൽ പോവും. കറക്റ്റ്. അവർ പ്രസാദം മേടിക്കും, നമ്മൾ പള്ളിയിൽ കഴിഞ്ഞ് എന്ത് മേടിക്കും? പോത്തിറച്ചി. കറക്റ്റ്. ചോദിക്കട്ടെ, ഇത്രയും കാലം നിങ്ങൾ ഈ മണ്ണിൽ ജീവിച്ചിട്ട് നിങ്ങളെ കണ്ടിട്ട് എത്ര പേര് വിശ്വാസം സ്വീകരിച്ചു? പറയണം. നിങ്ങളെ കണ്ടിട്ട് എത്ര പേര് വിശ്വാസം സ്വീകരിച്ചു? എത്ര പേരുടെ കാഴ്ചപ്പാട് മാറി? അത് പറ. നിങ്ങൾ പറ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഈ വിശ്വാസി എന്ന് പറയുന്നത് എന്താണ് സഹോദര? എന്താണ് ഈ വിശ്വാസി എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് നിങ്ങൾക്കറിയണോ? ഞാൻ രാമപുരംകാരനാണ്. എൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ട് നിൽക്കുന്ന സ്ഥലമുണ്ട്. എൻ്റെ കൂട്ടുകാരനാണ് നോക്കുന്നത്. പൈസ കൊടുത്തിട്ട് നിൽക്കുന്ന കാർന്നവന്മാർ. അതിനകത്തൊരു പോളിയേട്ടൻ. അയാൾ ഈഴവനാണ്, ഹൈറേഞ്ചുകാരൻ. അയാൾ എന്നോട് പറയാണ്, ബ്രദറെ, ഞാനാണിപ്പോൾ അവിടെ കൊണ്ടേ ആക്കിയേക്കുന്നത്. ആ മനുഷ്യൻ്റെ പ്രത്യേകത അറിയൂ? ആ മനുഷ്യൻ പറയാണ്, ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങി പള്ളിയിൽ പോവും. പ്രായമായി കഴിഞ്ഞപ്പോഴോ കല്യാണമൊക്കെ കഴിച്ച്, ഹിന്ദു ആചാരമായിട്ട് കല്യാണം കഴിച്ചു. അതിനുശേഷം ഇയാൾ പള്ളിയിൽ പോവും. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ചേട്ടൻ പോയി ധ്യാനം കുടിക്കും. അങ്ങനെ ധ്യാനത്തിന് പോയി. അങ്ങനെ മാമൂച്ച സ്വീകരിച്ച്, പോളെന്ന് പേരും സ്വീകരിച്ച്. ഇതൊന്നും പറയാനല്ല, കൂലിപ്പണി എടുത്ത് 5 ഏക്കർ ഏലത്തോട്ടം ഹൈ റേഞ്ചിലാണ് ഉണ്ടാക്കി. 5 ഏക്കർ ഏലത്തോട്ടം. ഇപ്പോൾ എന്താ സംഭവം അറിയോ? ഒരു മകൻ ഭാര്യ പറഞ്ഞ്, അവൻ അവരുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ആളാണ്, നിങ്ങളിങ്ങനെ പള്ളിയിൽ പോകും, അവനിങ്ങനെ പോകും, അവനൊരു നാണക്കേടല്ലേ? അപ്പോൾ ഈ മനുഷ്യനെടുത്ത് തീരുമാനം എന്നറിയോ? ഈ 5 ഏക്കർ സ്ഥലവും വീടും ഭാര്യയുടെയും മക്കളുടെയും പേരിൽ എഴുതി വെച്ചു, മാൻ്റെയും പേരിൽ എഴുതി വെച്ച്. എന്നിട്ട് ഇവിടെ വന്ന് പൈസ കൊടുത്ത് നിൽക്കുകയാണ്. അയാളുടെ ആഗ്രഹം എന്ന് പറയുമോ? എല്ലാ ദിവസവും അയാൾക്ക് കുർബാനയ്ക്ക് പോകണം, എല്ലാ ദിവസവും. എന്നിട്ട് എന്നോട് പറയാം, മരിച്ചു കഴിയുമ്പോൾ എന്നെ സിമത്തേരിയിൽ അടക്കണം ബ്രദറെ. ആ മനുഷ്യൻ പറയുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ മനുഷ്യൻ്റെ കൂടെ കത്തോലിക്കരും അവിടെ പൈസ കൊടുത്ത് താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ പോളിയേട്ടൻ്റെ ജീവിതത്തിലെ ആ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം കാണണം. ആ മനുഷ്യൻ ഒരാളോട് സുവിശേഷം പറയുന്നത് കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം ജീവിച്ചിട്ട്
നമ്മൾ മനുഷ്യനല്ല, ഈ മനുഷ്യന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ മക്കൾ പറഞ്ഞിട്ടുണ്ടോ? വിശ്വാസത്തിൻ്റെ വിത്തിടേണ്ടത് നമ്മുടെ അപ്പനാണ് ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ അപ്പൻ സാധാരണ മനുഷ്യനല്ല, എൻ്റെ അമ്മ സാധാരണ മനുഷ്യരല്ല. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി, നമ്മളും മനുഷ്യരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല 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 അവരും നിങ്ങളും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 24 അധ്യായം 37 തിരുവചനം, 24:37. ആ ആ ആ ആ അവരറിഞ്ഞില്ല. ആ ആ ആ കേട്ടോ കേട്ടോ, നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. എന്താ പ്രിയപ്പെട്ടവരെ, നോഹയുടെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അല്ല, നോഹയോട് ദൈവം പറഞ്ഞു എന്തുണ്ടാക്കാൻ? പെട്ടകമുണ്ടാക്കാൻ. പെട്ടകം. എന്നിട്ട് പറഞ്ഞു എല്ലാവരോടും ആ പെട്ടകത്തിനുള്ളിൽ കയറാൻ. അവർ കയറിയോ? ഇല്ല ഇല്ല. അവരുടെ പരിപാടി എന്നായിരുന്നു? അല്ലാതെ വചനം വായിക്ക്. അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും മക്കളെ ജനിപ്പിച്ചും കഴിഞ്ഞു പോകുന്നു. ശ്രദ്ധിച്ചേ. അന്ന് അവർ ചെയ്തത് തീറ്റയും കുടിയും, മക്കളെ പെണ്ണ് കെട്ടിക്കുക, മക്കളെ ജനിപ്പിക്കുക, വളർത്തുക. കണ്ടോ, അവർ വേറൊന്നും ചെയ്തിട്ട് ബൈബിളിൽ പറയുന്നില്ല. അവർക്ക് ഈ പെട്ടകത്തിനുള്ളിൽ കയറാൻ പറ്റിയില്ല. കാരണം അവരെന്താണ്? തീറ്റയും കുടിയും. ഇന്നും പരിപാടി എന്നാ ചായ? തീറ്റയും കുടിയും. കറക്റ്റ്. പിന്നെ ഇപ്പം എൻട്രൻസ് കോച്ചിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. OIT. നിങ്ങൾ നല്ല കൃപയുള്ളവരാണല്ലോ. OIT ഉണ്ട്. തീറ്റയും കുടിയും. ഞാൻ രാമപുരംകാരനാണ്. എൻ്റെ ഭാര്യ 9ാം ക്ലാസ്സിലാണ് കാറ്റഗിസം പഠിപ്പിക്കുന്നത്. എൻ്റെ മോള് പാലാ രൂപതയുടെ പ്രതിഭയായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, കോതമംഗലം രൂപതയിലെ ഏറ്റവും നല്ല ആത്മാവിനുള്ള അവാർഡ് പുന്നക്കോട്ടി പിതാവ് എനിക്ക് തന്നതാണ്. കോതമംഗലം രൂപതയിലുള്ള ഏറ്റവും നല്ല ആത്മാവിനുള്ള അവാർഡ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ഭാര്യ 9ാം ക്ലാസ്സിലാണ് കാറ്റഗിസം പഠിപ്പിക്കുന്നത്. അവൾ കഴിഞ്ഞ ദിവസം ഇരുന്ന് വിഷമിക്കുകയാണ്. അവൾ എന്നോട് പറയുകയാണ്, കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കുർബാനയ്ക്ക് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ ഒരു കുഞ്ഞു പോലും തുറക്കിയല്ല, ഒരു കുഞ്ഞു പോലും. എന്നിട്ട് അവൾ കുടുക്ക വെച്ചേക്കാണ്. അവളെല്ലാ ദിവസവും ആ കുടുക്കയ്ക്ക് 100 രൂപ ഇടും. എന്തിനാണെന്നറിയോ? പിള്ളേരോട് 10 രൂപ വെച്ച് ഇടാനായിട്ട്, കാറ്റഗിസത്തിന് ഇടാനായിട്ട്. പിള്ളേർ കുറ്റമായിട്ട് പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. കാർന്നവന്മാരുടെ പരിപാടി എന്നാണെന്നറിയോ? ഞാൻ വിധിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ തീറ്റയും കുടിയും തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ട്യൂഷൻ, വേറൊരു പരിപാടിയാണ് ട്യൂഷൻ. ഉണ്ടോ? ഇന്ന് വരെ ഒരപ്പനും അമ്മയും എന്നോട് പറഞ്ഞിട്ടില്ല, ബ്രദറെ എൻ്റെ കുഞ്ഞ് സ്വർഗത്തിൽ പോകാനൊന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്കറിയണോ, ഞാനൊരു കുഞ്ഞിനൊന്ന് ഇന്ന് ആ സ്കൂളിൽ തന്നെ ഞാനിപ്പം പോന്നപ്പം 300 രൂപ കൊടുത്തിട്ടാണ് പോകുന്നത്. രൂപയായിട്ട് തന്നെ ഞാൻ കൊടുത്ത്. ഞാൻ വചനം ചോദിച്ചിട്ട് ഒരു കൊച്ചു പറഞ്ഞേ, കഴിഞ്ഞ ദിവസം 500 രൂപ ഒരു കൊച്ചിന് കൊടുത്ത്. കാരണം ഒരൊറ്റ കുട്ടിക്ക് ഒരു വചനം അറിയില്ല. ഈ തീറ്റയും കുടിയും തന്നെ. ഇന്നും ഇത് തന്നെയാണ് പരിപാടി. എൻ്റെ കൂട്ടുകാരൻ്റെ പരവാസ്തോലി ഹൈ റേഞ്ചിൽ എന്നെപ്പോലെ 10-20 വർഷം അവനും വാടകയ്ക്കായിരുന്നു. UK പോയി വീടൊക്കെ ആയി. അപ്പോൾ എനിക്കറിയാം വാസ്തോലി നിസാരമല്ലെന്ന്. എന്നോട് പറഞ്ഞു നീ ഉറപ്പായിട്ടും വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നേക്കാം. ഉച്ച കഴിഞ്ഞിട്ടാണ് വാസ്തോലി. ഞാൻ ചെന്നപ്പം ബ്ലെസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നീ തന്നെ ഭക്ഷണം കഴിക്കാൻ. അപ്പം ഞാനോർത്തു എനിക്ക് പാലപ്പവും കോഴിക്കറിയും. എൻ്റെ വീക്ക്നെസ്സാണ് പാലപ്പവും കോഴിക്കറി. അപ്പോൾ 2 ഇട്ടപ്പോൾ ഇട്ടയാളോട് ഞാൻ പറഞ്ഞു 2 കൂടി ഇടാൻ. അപ്പോൾ അയാൾ പറഞ്ഞു 2 ആക്കണ്ട, 2 കൂടെ ഇട്ടാൽ 4 ഇട്ടേക്കാന്ന്. ഞാനോർത്ത് ഈ പാലപ്പവും കോഴിക്കറിയും ഉള്ളതെന്നാണ് ഞാൻ ഓർത്തത്. പാലപ്പവും കോഴിക്കറിയും കഴിഞ്ഞങ്ങോട്ട് മാറിയപ്പോഴാണ് അല്ലല്ല കപ്പ ബിരിയാണി. പാലപ്പത്തേക്കാളും ഇഷ്ടമാണ് ഇത്, ആ കപ്പ ബിരിയാണി. അപ്പോൾ പാലപ്പം ഇട്ടപ്പോൾ തന്നെ എൻ്റെ പ്ലേറ്റ് നിറഞ്ഞായിരുന്നു. അപ്പോൾ അപ്പോൾ അവൻ്റെ മകനെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് നിർത്തി. കപ്പ ബിരിയാണി കഴിഞ്ഞങ്ങോട്ട് മാറിയപ്പോഴാണ് ചിക്കൻ ബിരിയാണി. എനിക്ക് കപ്പ ബിരിയാണിയേക്കാളും ഇഷ്ടമാണ് ഇത്, ചിക്കൻ ബിരിയാണി. ഞാൻ നോക്കിയപ്പോൾ ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് ഓരോ ചേച്ചിമാർ എഴുന്നേക്കാൻ നോക്കിയിട്ട് കസേരയിൽ നിന്ന് പൊങ്ങുന്നില്ല. കറക്റ്റ്
എന്നിട്ട് ഭർത്താവും വേറെ 3 പേരും കൂടി എടുത്താണ് കാറയിലേക്ക്. ശ്രദ്ധിച്ചു നോക്കി, ഈ തീറ്റയും കുടിയും. പള്ളിയിൽ കല്യാണമാണെങ്കിൽ എന്നാൽ ഒന്ന് നേരത്തെ വന്ന് ആ ചെറുക്കനും പെണ്ണിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയല്ല. ഇവൻ പള്ളിയിൽ കയറിയല്ല, പള്ളി വന്നാൽ തന്നെയോ ഈ ഫാഷൻ ഷോ. ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, ഇത് ശാപമാണ് പ്രിയപ്പെട്ടവർ. എന്നിട്ട് ഇവൻ തിന്നുന്ന സമയത്ത് തീറ്റയ്ക്ക് വരും. തീറ്റ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ വലിയ മെച്ചമില്ലായിരുന്നു കേട്ടോ. ഈ തീറ്റയും കുടിയും തന്നെ. ഇതാണ് നോഹയുടെ കാലത്ത് നടന്നത്. പ്രിയപ്പെട്ടവരെ, നോഹയുടെ കാലവും ഇതും തമ്മിൽ വേറെ ഒരു വ്യത്യാസവും ഇല്ല. എന്നിട്ട് മക്കളെ പഠിപ്പിക്കുക, വളർത്തുക, എഞ്ചിനീയർ ആക്കുക, ഡോക്ടർ, ഇതൊന്നും ആകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നെ ഈയിടെ മർത്തോമ സഭയിലാണ് വിളിച്ചത്. മർത്തോമ സഭയിൽ നിങ്ങൾക്കറിയണോ, ഞാനവിടെ ചെന്നപ്പോൾ എന്നെ കൊണ്ടുപോയ എൻ്റെ മുമ്പിലിരിക്കുന്ന കണ്ണൂർ വൈസ് ചാൻസലറാണ്. കണ്ണൂർ വൈസ് ചാൻസലർ. ആ മനുഷ്യൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ദൈവവചനം, ബൈബിളാണ് ഇരിക്കുന്നത്. ഇപ്പറേ ഇരിക്കുന്നത് കുസാറ്റ്, എവിടെ, കൊച്ചിയിലെ പ്രൊഫസർ, ഒരു ടീച്ചർ. എല്ലാവരുടെയും കയ്യിൽ ബൈബിള് ഉണ്ടോ? അവര് ദൈവവചനമായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് എന്നെ കണ്ടതേ പറയണു, ഒരു ദൈവദാസനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം തമ്പുരാൻ തന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇന്ത്യൻ പാർലമെൻറ്റ്, ആ പാർലമെൻറ്റിലെ സൗണ്ട് എഞ്ചിനീയർ, അതിനകത്ത് ഒരു മനുഷ്യൻ്റെ മകനുണ്ട്. അവരുടെയൊക്കെ മക്കൾ നിസ്സാരക്കാരൻ, എല്ലാ ഡോക്ടർമാരും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭർ. പക്ഷെ എല്ലാവരും കൈ ദൈവവചനം. അതുങ്ങളുടെ ദാഹം കാണണം. ഞാനിത് വിധിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ദയനീയമാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ കല്യാണമൊക്കെ നടത്തുമ്പോൾ ദൈവത്തെ ഓർത്ത് മക്കൾ, എനിക്ക് 2 പേരാ. ഞാൻ ഒറ്റ കാര്യം തമ്മിലാണ്, കർത്താവേ ദൈവഭയമുള്ളൊരു കുഞ്ഞിനെ കിട്ടണം. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, അപ്പനൊന്നും നിങ്ങൾ തരണ്ട, നിങ്ങൾ ദൈവത്തെ ഓർത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. ഈ വിശുദ്ധ എൻ്റെ ഭാര്യ അങ്ങനെ പറയും. എൻ്റെ പേര് സുനിൽ, എൻ്റെ ഭാര്യയുടെ പേരും സുനിലാണ്. ഞങ്ങൾ 2 പേരും ഒരു പേരുകാരാണ്. നിങ്ങൾക്കറിയണോ, ഞാൻ ഇവിടെ പറഞ്ഞൊന്നും അറിയില്ല. എൻ്റെ അമ്മയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഈ അൾത്താരയോട് ചേർന്നുള്ള ഒരു കുടുംബം തകരിയല്ല, നശിക്കുകയല്ല. എൻ്റെ അമ്മയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയണോ? എനിക്ക് ആദ്യ കുർബാനക്കുള്ള ഇപ്പോൾ ഡ്രസ്സ് എടുത്ത് മൂന്നാറിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് വെയിറ്റ് ഷെഡിൽ നിൽക്കുമ്പോൾ ഇത്രയുള്ളൊരു കുഞ്ഞ് കീറി പറഞ്ഞിട്ട് ഭിക്ഷ അയച്ചുകൊണ്ട് വന്നു. അമ്മ അവനോട് ചോദിച്ചു, നീ പോരുന്നോ ഞങ്ങളുടെ കൂടെ? അവൻ പറഞ്ഞു, അമ്മ എനിക്ക് അണ്ണനുണ്ട്. അവൻ ഓടിപ്പോയി. അവിടെ നിന്ന് സ്ത്രീകളും, ചേച്ചി അവൻ കള്ളനാ, വരികയില്ല. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവനെ തകരപ്പാട്ട വലിച്ചെറിഞ്ഞിട്ട് ഓടിക്കതച്ച് വന്നിട്ട് പറഞ്ഞു, അമ്മ അണ്ണനെ കണ്ടില്ല, ഞാൻ പോരാ. എൻ്റെ അമ്മ പറഞ്ഞു, കൊച്ചു ഇവിടെ നിൽക്കടാ. ഞാൻ നോക്കുമ്പോൾ അമ്മ ഓടുവാണ് ഈ കൊച്ചിനെയും പിടിച്ചുകൊണ്ട്. ഒരു റെഡിമെയ്ഡ് കടയുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് അമ്മ ഒരു നിക്കറും ഷർട്ടും മേടിച്ച്, എന്നിട്ട് ഇവൻ്റെ കീറി പറഞ്ഞ് അഴിച്ചു കളഞ്ഞിട്ട് ആ നിക്കറും ഷർട്ടും ഇടിപ്പിച്ച്, എന്നിട്ട് എൻ്റെ കയ്യെ പിടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അമ്മ തലമുടി വെട്ടി കുളിപ്പിച്ച്, മക്കൾ ഞങ്ങൾ 3 പേരാ, ഞങ്ങളെ ഇരുത്തും, നടുക്കുവിനെ ഇരുത്തും. എന്നിട്ട് ചോറും കറിയും വിളമ്പിയിടും, കുഴച്ച് കഴിക്കാൻ പറയും. ഞങ്ങൾ കുഴച്ച് കഴിക്കും, ഈ കൊച്ചു കഴിക്കുകയല്ല. ഇരുന്ന ഇരിപ്പിൽ 1-2 മൊന്ത പച്ചവെള്ളം കുടിക്കും. എന്നിട്ട് പട്ടി വളഞ്ഞ് കിടക്കുന്ന പോലെ കിടക്കും. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴെന്താണെന്നറിയോ, ഇവൻ അണ്ണനുണ്ടെന്ന് പറഞ്ഞ് ശരിയാണ്. ഇവൻ്റെ അണ്ണൻ ഈ ഭിക്ഷ അയക്കുന്ന മേടിച്ചെടുക്കും, എന്നിട്ട് തല്ലു കൊടുക്കും. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നു, ഈ വിശക്കുമ്പം ഈ പൈപ്പ് വെള്ളം കുടിച്ച് ഇതിൻ്റെ ഈ കുടൽ കരിഞ്ഞു എന്ന് പറയും, ഒട്ടിപ്പോയി. ഡോക്ടറെ കണ്ണ് നിറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് ഇതിനെ അരച്ച് കുറുക്ക് പോലെ കൊടുക്കാൻ. ഇതിങ്ങനെ പോയിരുന്നെങ്കിൽ 1 മാസത്തേക്കുള്ളിൽ പോവുകയല്ല, മരിച്ചു പോകുന്നത്, വീണ പിന്നെ എഴുന്നേക്കുകയല്ല. എൻ്റെ അമ്മ അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞിലെ ഇതിനരച്ച് കുറുക്ക് പോലെ കോരി കൊടുക്കുന്നത്. ഇതിനെന്നും രോഗം വരുമ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ അവനെ വളർത്തി വലുതാക്കി. 4 പിള്ളേരുണ്ട് അവന്, 4 പിള്ളേരുണ്ട്. സർക്കസുകാർക്ക് വിറ്റൊരു കുഞ്ഞിനെ അമ്മ തിരിച്ചു മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു വളർത്തി. 80ഓളം മാനസികപോലെ എൻ്റെ അമ്മ രക്ഷപ്പെടുത്തി ടൗണിൽ നിന്ന്. 80ഓളം മാനസികപോലെ. ഒരു പെണ്ണ് 24 വർഷം എൻ്റെ വീട്ടിൽ വന്നു, 24 വർഷം. റോസമ്മ 2 കൈയും കയറുകൊണ്ട് കെട്ടിയിട്ടിരുന്ന എൻ്റെ അമ്മ അഴിച്ചുകൊണ്ട് വന്നതാണ്. ചെറുപ്പത്തിലെ ഞാൻ കണ്ടിരിക്കുന്ന സത്യം അതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ശേഖരിക്കരുത് സഹോദര. ഇന്ന് ഞാൻ കൊടുത്തിട്ട് പറയുന്നല്ല, ഇന്നും ഈ കൈകൊണ്ട് എത്ര മക്കൾക്ക് വാരി കൊടുക്കാൻ. ശേഖരിക്കില്ല, പോക്കറ്റ് കാലിയാണ്. പക്ഷെ നിങ്ങൾക്കറിയണോ, സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മക്കളാകണമെന്ന് പറഞ്ഞത്. മക്കളാകണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, 18 വർഷം വീടില്ല. ഞാൻ പാലായിൽ ആണ് ധ്യാനത്തിന്, മറ്റത്തിൽ കുര്യൻ മറ്റം. ജീവിതത്തിൽ 2-3 വൈദികരെ എനിക്ക് മറക്കാൻ പറ്റില്ല, കടപ്പാടുണ്ട്.
ഒന്ന് മറ്റത്തിലച്ഛൻ കുര്യൻ മറ്റു എന്ന് പറയും. 2 തോമസ് കാഞ്ഞിരക്കോണം, കപ്പൂച്ചനാണ്, കപ്പൂച്ചൻ. അല്ലെങ്കിൽ മറ്റത്തിലച്ഛൻ വഴിയാണ് ഞാൻ രാമപുരത്ത് വരേണ്ട ആളല്ല, അവിടെ ഇടവക ധ്യാനത്തിന് വന്നതാണ്. അപ്പം അവിടെ ആ ധ്യാനം കൂടി ഒരു ചെറുപ്പക്കാരനുണ്ട്. അവനാണ് ഈ ഞാൻ പറഞ്ഞ 9 മക്കളുള്ള മാനസികകളും നോക്കുന്നത്. അവനവിടെ കുഞ്ഞച്ചൻ ആദ്യം മാമോദീസ കൊടുത്ത് താമസിപ്പിച്ച ഒരു സ്ഥലമുണ്ട് കുഞ്ഞച്ചൻ. ആ സ്ഥലം ഇവൻ വിലയ്ക്ക് മേടിച്ചിട്ട് അവിടെ റോസറി ഗ്രാമം ഉണ്ടാക്കിയേക്കാണ്. നിങ്ങൾ എന്തെങ്കിലും പറ്റുമെങ്കിൽ അവിടെയൊക്കെ വരണം. റോസറി ഗ്രാമം ഉണ്ടാക്കിയേക്കാണ്, ജപമാല ഗ്രാമം. അപ്പോൾ അവനെന്ത് ചെയ്ത് ഒരു 3 സെൻറ്റ് മാറ്റിയിട്ട് ആർക്കെങ്കിലും വീടില്ലാത്തവർക്ക് കൊടുക്കാൻ. സെൻറ്റിന് 2 ലക്ഷം രൂപയാണ് വില, 3 സെൻറ്റ്. അപ്പോഴാണ് ഞാനവിടെ ക്ലാസ് എടുക്കാൻ ചെല്ലുന്നത്, ധ്യാനിപ്പിക്കാൻ ചെല്ലുന്നത് ഇടവകയിൽ. അപ്പം ഞാൻ പോയപ്പോൾ ഇവൻ ചെന്ന അച്ഛനോട് ഞാൻ അച്ഛാ നമുക്കത് ആ സുനിലിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ വിളിച്ചു താൻ പാലായി വരാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു രൂപതയെ വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പം കാറ് തൊട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്നെ ഇറങ്ങുന്നതനുസരിച്ച് അച്ഛൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് ആ സ്ഥലം വേണ്ടെന്ന് താൻ പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല അച്ഛാ, ദൈവം തരുന്നതാണ് എന്നെ മേടിച്ചോളാന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്ന് കണ്ടപ്പോഴും മനോഹരമായ സ്ഥലം. അവൻ എന്നോട് ഞാൻ ബ്രദറിന് ഞാനിത് ഫ്രീ ആയിട്ട് തരികയാണ്. ഞാൻ പറഞ്ഞു അതൊക്കെ കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യം, എൻ്റെ കൂടെ പാട്ട് പാടുന്ന 2 പിള്ളേരുണ്ട്. വൈകിട്ടിരിക്കുമ്പം 2 പേർക്കും വീടില്ല, 2 പേരും വാടകയ്ക്കാണ്. ഒരുത്തൻ പറയും സുനിലേട്ടാ ഞാൻ ഈ മാസത്തെ വാടക കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറയും ഞാൻ കഴിഞ്ഞ മാസത്തെയും കൊടുത്തിട്ടില്ല. ചെണ്ട ചെന്ന് മന്ത്രത്തോട് പറയുന്നു. പെട്ടെന്ന് ഞാൻ അവൻ്റെ മുഖമാണ് മനസ്സിലാവും, റോയി എന്ന് പറയും. ഞാൻ ഈ ചെറുപ്പക്കാരനോട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, സഹോദരാ എനിക്ക് വീടില്ല, സാരമില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഒരിക്കലും വീട് ഉണ്ടാകണം എന്നാഗ്രഹിച്ചിട്ടില്ല. അതിന് കാരണമുണ്ട്. ഞാൻ തൃശ്ശൂർ പുത്തമ്പള്ളി ബസ്സിലേക്ക് നിന്ന് 5000 പേരുടെ കൺവെൻഷൻ 5 ദിവസത്തെ വൈകിട്ട് ഇറങ്ങുമ്പം 4 പേരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. 4 പേര്. അതിൽ 3 പേരും എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ വാടകയ്ക്കായിരുന്നു ബ്രദറെ, പക്ഷെ നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിൻ്റെ ഭാരം മാറി. അന്ന് ഞാൻ തീരുമാനിച്ചു ജീവിതത്തിൽ വീടുണ്ടാകാൻ പാടില്ല. സത്യമാണ്, ഞാൻ ഈ ആൾക്കാരെ നിന്നല്ലേ പറയുന്നത്. കാരണം എന്താണെന്നറിയോ, വീടില്ലാത്തവനോട് സുവിശേഷം പറയണമെങ്കിൽ നീ വാടക വീട്ടിൽ കിടക്കണം. അല്ലാതെ പറയാൻ എളുപ്പമാണ് സഹോദരാ, ദൈവം തരും ദൈവം തരും എന്നൊക്കെ. യാഥാർത്ഥ്യം അതാണ്. ഞാനതുകൊണ്ട് വീട് എൻ്റെ മനസ്സിലില്ല. ഞാൻ ഈ പയ്യനോട് ചോദിച്ചു ഇത് പാട്ടുകാരന് കൊടുക്കാവോ? അപ്പോൾ അവൻ അവിടെ നിന്നിട്ട് പറഞ്ഞു ഇത് കൊടുക്കില്ല, ഇത് ഞാൻ ബ്രദറിനെ തരുള്ളൂ. അങ്ങനെ ബ്രദറിന് നിർബന്ധമാണെങ്കിൽ ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ പോയാൽ 1/2 ഏക്കർ സ്ഥലം എൻ്റെ കിടപ്പുണ്ട് ബ്രദറെ, 5 സെൻറ്റ് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഒറ്റ വാക്കാണ്, 5 സെൻറ്റ്. ഞാൻ വണ്ടിയിൽ പോയപ്പോൾ ഞാൻ അവരെ വിളിച്ചടാ സ്ഥലം കിട്ടി, എത്ര കിട്ടി? എനിക്ക് 3, നിങ്ങൾക്ക് 5. അപ്പോൾ അവർക്കും സന്തോഷമായി. എനിക്ക് എത്രയേ ഉള്ളൂ 3, അവർക്ക് 5. പക്ഷെ അവർക്ക് മാറിയാണ്, എനിക്കിവിടെയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു രാമപുരത്ത് വരാൻ. അച്ഛൻ വിളിച്ചെന്നെ, സുനിൽ അല്ലേ എന്തോ പറയാമെന്ന്. അവിടെ ചെന്നപ്പോൾ ഇവൻ പറഞ്ഞ വാക്ക് കേൾക്കണോ? ഇവൻ എന്നോട് പറയാം ബ്രദറെ ഈ 3 സെൻറ്റ് സ്ഥലം ആർക്ക് തരാമെന്ന് പറഞ്ഞാൽ ചാടിപ്പിടിക്കും, അത്രയ്ക്ക് വിലയും കൃപയുള്ള സ്ഥലമാണ്. പക്ഷെ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ കൂടെ പാടുന്നതിന് കൊടുക്കാവോ എന്ന്. നിങ്ങൾക്കറിയണോ, എൻ്റെ കൂടെ 15 വർഷമായിട്ട് 10 പേര് ജോലി ചെയ്യുന്നുണ്ട്, രോഗികളെ നോക്കുന്നുണ്ട്. അതിൽ 3 പേർക്ക് വീടില്ല. ഒരിക്കലും ഞാൻ അവരെ ഓർത്തിട്ടില്ല. ഞാൻ കൂലി കൂടുതൽ കൊടുക്കും, പക്ഷെ ഞാൻ ഓർത്തിട്ടില്ല. സത്യത്തിൽ നിങ്ങളങ്ങനെ പറഞ്ഞപ്പോഴുണ്ടല്ലോ എൻ്റെ ഉള്ളു പെടഞ്ഞു. അവൻ്റെ കാഴ്ചപ്പാട് മാറി. അവൻ ചെയ്ത പണിയെന്നറിയോ? അത് പറഞ്ഞു തരാം. രാമപുരത്ത് സ്വന്തം കാശ് മുടക്കി 1 ഏക്കർ സ്ഥലം മേടിച്ചു. 1 ഏക്കർ സ്ഥലം. ഇനി കേൾക്കണോ, എൻ്റെ 3 സെൻറ്റ് അങ്ങോട്ട് മാറ്റിയിട്ടു. ഇംഗ്ലണ്ടുകാർക്ക് വിറ്റ ഒരു പ്ലോട്ടുണ്ടായിരുന്നു 7 സെൻറ്റ്. അവർ വെറുതെ ഇത് ഒരു വിശുദ്ധ സ്ഥലമായിട്ട് മേടിച്ചാണ്. അവരോട് ചോദിച്ചു ഒരു വചനപ്രഘോഷകന് കൊടുക്കാനാ, കൊടുത്ത വിലയ്ക്ക് തന്ന വിലയ്ക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അവരുടെ കയ്യിൽ നിന്ന് ഇവൻ 7 സെൻറ്റ് സ്ഥലം വില കൊടുത്ത് മേടിച്ച്. എന്നിട്ട് എന്നോട് പറഞ്ഞ് ബ്രദറിന് ഈ 7 സെൻറ്റാണ്, ആ 3 സെൻറ്റ് മാറ്റിയിട്ട് 7 സെൻറ്റ്. രാമപുരത്ത് 1 ഏക്കർ സ്ഥലം കൈക്കാശ് കൊടുത്ത് മേടിച്ച്. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ പറഞ്ഞ 2 പേര്, അവൻ്റെ കൂടെയുള്ള 3 പേര്, 3 × 5 വേറെ 5 പേര്, 10 പേർക്ക് വീടായി. 10 പേർക്ക് വീടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് രാമപുരത്ത് തന്നെയാണ് എൻ്റെ വീട്. അങ്ങനെയാണ് ഞാൻ രാമപുരത്ത് വരാൻ കാരണം. ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ പൊരുൾ എന്നറിയോ, ജീവിതത്തിൽ ഒരിക്കലും ഇനി നിങ്ങളുടെ സ്ഥലം തന്നാൽ കർത്താവ് വീട് തന്നിരിക്കും. സ്ഥലം തന്നാൽ വീട് തന്നിരിക്കും. കർത്താവ് വീട് തന്നു, സ്വർഗത്തിലെ ദൈവം. സത്യമാണ് പ്രിയപ്പെട്ടവരെ, സത്യമാണ്. നിങ്ങൾക്കറിയണോ, ജീവിതത്തിൽ ഇന്നോളം ഞാൻ ശേഖരിക്കില്ല. അസീസിയിൽ വന്ന ഒരു മനുഷ്യൻ സാൻഡിച്ചൻ മരിച്ചുപോയി. ആ മനുഷ്യനാണ് തോമസ് അച്ഛനോട് പറഞ്ഞ്, അച്ഛൻ പറഞ്ഞ് കാണാൻ പറഞ്ഞ് കണ്ട് എൻ്റെ അക്കൗണ്ടിലിട്ട പൈസ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. സത്യമാണ്.
പക്ഷേ വീട് പണിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നോട് മേസ്ത്രി പറഞ്ഞു, ബ്രദറെ ടൈലിടണം. ഞാൻ പറഞ്ഞു ടൈലിടണം, ടൈലിടണം. ഒരു ദിവസം മേസ്ത്രി വീണ്ടും പറഞ്ഞു, ബ്രദറെ പിള്ളകളിയല്ല, എന്തിടണം? ടൈലിടണം. പിന്നെ ടൈലിടാതെ വീട് പണിയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ടൈലിടണം. നിങ്ങൾക്കറിയണോ, ഒരു ദിവസം രാത്രി 11 മണിക്ക് ദക്ഷിണാഫ്രിക്ക എന്നൊരു മനുഷ്യൻ വിളിച്ചു. ദക്ഷിണാഫ്രിക്കൻ ക്രിസ്റ്റഫർ, ആ മനുഷ്യൻ്റെ പേര് ക്രിസ്റ്റഫർ. ദക്ഷിണാഫ്രിക്കയിൽ ഓയിൽ കമ്പനിയുടെ മാനേജറാണ്, ഓയിൽ കമ്പനിയുടെ. അയാൾ എന്നെ രാത്രി വിളിച്ചിട്ട് ചോദിച്ചു, സുനിൽ ബ്രദറല്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എന്നോട് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഓയിൽ കമ്പനി എന്നാണ് വിളിക്കുന്നത്. ഞാൻ ചെന്താണ്? ക്രിസ്റ്റഫർ. ഞാൻ ചെന്താണ്? ഒരു മാസമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദറിൻ്റെ മുഖം ഇങ്ങനെ കർത്താവ് കാണിച്ചു തരിക. ഞാനിവിടുത്തെ കരിസ്മാറ്റിക്കിൻ്റെ ലീഡറാണ്. എന്നോട് ചോദിച്ചു, ബ്രദറിന് വല്ല മാനസിക വിഷമമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പവും ഇല്ല, വളരെ സന്തോഷപരമാണ്, ശുശ്രൂഷകളൊക്കെ അതിഗംഭീരമായിട്ടാണ് പോകുന്നത്. പെട്ടെന്ന് എന്നോട് ചോദിച്ചു, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും? ഞാൻ പറഞ്ഞു ടൈലിടണം. എന്തിടണം? അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, വീടായോ? പിന്നെ ടൈലിടണം. എന്നോട് ഞാൻ അക്കൗണ്ട് നമ്പർ തരാൻ. എൻ്റെ അക്കൗണ്ടിൽ അന്ന് ആ മനുഷ്യനിട്ട് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയാണ്. ഞാൻ നിങ്ങളോട് വ്യക്തമാണ്, മൊത്തം പറഞ്ഞപ്പോൾ 19 ലക്ഷം രൂപയായി. ഓരോ രൂപയും കർത്താവ് കൃത്യമായിട്ട് തന്നു. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പം എനിക്ക് 2 മക്കളായി, 2 പേരും പുറത്തു പോയി, ഭാര്യയും ഞാനുണ്ട്. അമ്മയുടെ കാലം കഴിയണ്ട, അതിനു മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചേക്കുന്നത് ലാസ്റ്റ് ഈ മണ്ണിൽ നിന്ന് യാത്ര പറയുമ്പോൾ ഒന്നും എൻ്റെ പേരിലുണ്ടാകാൻ പാടില്ല, ഞാനത് കൊടുക്കും. അതെ, ഇന്നും ഈ പള്ളിയിൽ കുർബാനയിൽ ഞാൻ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാനത് പറഞ്ഞു, ഞാനത് കൊടുക്കും. കടന്നു പോകുമ്പോൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. കറക്റ്റാണ്. നമ്മളൊക്കെ യാത്രക്കാരാണ് ചായ, തിരിച്ചറിവുണ്ടാകണം. നമുക്ക് അങ്ങനെ ജീവിക്കാം. അപ്പോഴോ നിങ്ങളുടെ ഒരു കാര്യത്തിനും ഒരു കുറവും സ്വർഗത്തിലെ ദൈവം വരുത്തില്ല. ഞാൻ ഓരോ ദിവസവും അനുഭവിക്കുന്നതാണ്. കറക്റ്റാണ്. നിങ്ങളങ്ങനെയൊന്ന് ജീവിച്ച് അപ്പോഴോ അവരല്ല, മക്കളാണ്. വലതുകരയൊന്നും പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം നമ്മുടെ കാഴ്ചപ്പാട് മാറട്ടെ. എനിക്ക് 2 പെമ്മക്കളാണ്. മൂത്ത മോക്ക് 25 വയസ്സായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, 4 പെമ്മക്കളുടെ വിവാഹം ഇതിനോടകം നടത്താൻ കർത്താവ് കൃപ തന്നു. 4 പിള്ളേരുടെ വിവാഹം നടത്തിക്കൊടുത്തു. കർത്താവ് ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ എൻ്റെ കൈ തരും. ഏത് രാജ്യത്തു നിന്ന് കയറുമ്പോഴും കർത്താവ് എനിക്ക് സ്വർണം തരും. എപ്പോൾ സ്വർണം തന്നാലും എനിക്കറിയാം അത് ഏതോ ഒരു കുട്ടിക്കുള്ളതാണ്. കറക്റ്റാണ്. അത് കർത്താവ് കറക്റ്റ് തന്നിരിക്കും. ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു വെളിച്ചം ഉണ്ടാകട്ടെ, കൃപയുണ്ടാകട്ടെ. അല്ലാതെ നിങ്ങളുടെ വേദനകളിൽ നിങ്ങൾ പുറത്തു വരണം. നമ്മുടെ പ്രശ്നം എന്നറിയോ, നമ്മളിപ്പോഴും നമ്മുടെ വേദനയിലാണ് സഹോദര. ഇതിൽ നിന്നും പുറത്തു വരണം. പുറത്തു വരുമ്പോഴോ കൃപയൊഴുകും. അപ്പോൾ 1-ാമത്തെ ലക്ഷണം എന്തെന്നില്ലാത്ത ആനന്ദം. 2-ാമത്തെ ലക്ഷണം പുൽക്കൂടിൻ്റെ ദർശനം. ചോദിക്കട്ടെ, എന്തിനാണ് ക്രിസ്തു കാലിത്തൊഴുത്തി പിറന്നത്? എന്തിനാണ് യേശു ക്രിസ്തു കാലിത്തൊഴുത്തി പിറന്നത്? ഇവിടെ പുൽക്കൂട് കെട്ടാറുണ്ടോ? ഉണ്ട്. മൂത്ത മകൻ ചോദിക്കും, അപ്പാ എന്തിനാ ക്രിസ്തു കാലിത്തൊഴുത്തി പിറന്നതെന്ന് ചോദിച്ചാൽ അപ്പൻ എന്നാ പറയും? മേലാൽ ഇത് കൂട്ട് ചോദ്യം അറിയാവുന്ന പറഞ്ഞു കൊടുക്കും. എന്ത് പറഞ്ഞു കൊടുക്കും? ഒന്ന് ശൂന്യവൽക്കരിക്കാൻ. പിന്നെ എന്തിനാണ് ആൻറ്റി ഈശോ കാലിത്തൊഴുത്തി പിറന്നത്? തെറ്റുവാണ്, തെറ്റട്ടെ. എന്തിനാണ് ആൻറ്റി? എന്തിനാണ് ചായ? ചായനാണ് നമ്മുടെ താരം. എന്തിനാണ് ക്രിസ്തു കാലിത്തൊഴുത്തി പിറന്നത്? ആർക്കും പറയാം. എന്തിനാണ്? എളിമ. കൊച്ചിന് എളിമ ഉണ്ടാകട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഭാര്യയെ കൊണ്ട് തൊഴുത്തി പ്രസവിപ്പിച്ചാൽ ഇല്ലാത്ത മുറിവും കൂടെ ഉണ്ടാവും. എന്തിനാണ് ക്രിസ്തു കാലിത്തൊഴുത്തി പിറന്നതെന്ന് അറിയാവോ? സാത്താൻ മനുഷ്യൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്ത ഒരു നുണയുണ്ട്. ഒരു നുണ എന്താണ്? പറുദീസെ വന്നിട്ട് സാത്താൻ ചോദിച്ചു, ദൈവം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അപ്പം എന്താ മനുഷ്യൻ പറഞ്ഞത്? ഉണ്ട്. തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. സാത്താൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? മരിക്കുകയല്ല, നിങ്ങൾ ആരെപ്പോലെയാകും. കറക്റ്റ്. ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഈ വസ്തുവാണ് നിന്റെ വലിപ്പം. സാത്താൻ മനുഷ്യന്റെ ഉള്ളിലിട്ട് കൊടുത്ത നുണ അതാണ്. ഈ പഴത്തിന്റെ പ്രത്യേകത എന്താ? ആയുസില്ല, ചീഞ്ഞു പോകുന്നതാണ്. ഈ വസ്തുവാണ് നിന്റെ വലിപ്പം. ഇത് നിന്നാൽ നീ ദൈവത്തെ പോലെയാകും. സാത്താൻ ഈ നുണയാണ് വിശ്വസിച്ചത്. അതുകൊണ്ടാണ് ലക്ഷങ്ങളുള്ളവനെ വിളിക്കുന്ന പേരെന്താണ്? ലക്ഷങ്ങളുള്ളവനെ കേട്ട്
ലക്ഷപ്രഭു. കോടികളുള്ളവനോ? കോടീശ്വരൻ. ആ, കറക്റ്റ്. കറക്റ്റാണ്. കോടീശ്വരൻ. എന്തിനാണെന്നറിയോ ക്രിസ്തു കാലിത്തൊഴുത്തി പറഞ്ഞത്? പിറന്ന വീടല്ല നിന്റെ വലിപ്പം, നിന്റെ വലിപ്പം നീയാണെന്ന് നിന്നെ പഠിപ്പിക്കാനാണ്. മനസ്സിലായോ? ഇല്ല, പറഞ്ഞു തരാം. ആൻറ്റിക്ക് പെമ്മക്കളുണ്ടായിരുന്നോ? കെട്ടിച്ചു. ചോദിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഇപ്പം തീർക്കുക, ഇപ്പം തന്നെ എന്നെ വെറുതെ വിട്ടേക്കണം. ഓക്കെ. പെമ്മക്കളെ കെട്ടിച്ചപ്പോൾ ആ മരുമകൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കി? സൗന്ദര്യം, പഠിത്തം, ജോലി, കുടുംബക്കാർ. എന്നാ പള്ളി പോകും. കറക്റ്റാണ്. നമ്മൾ ആദ്യം നോക്കുന്ന അവൻ്റെ കുടുംബമാണ്. വീട്. നിങ്ങൾ ഇടയ്ക്ക് ഭരണജ്ഞാനത്തിനൊക്കെ വരണം കേട്ടോ, ധ്യാനിക്കാൻ. ഞാൻ അസീസിയിലുണ്ട്, നമ്മുടെ പുത്തമ്പരി അച്ഛനൊക്കെ അസീസിലുണ്ട്. ഇനി ഭരണജ്ഞാനത്ത് വരുമ്പം അല്ല രാമപുരത്തിന് പോര്, അതിൽ നല്ല ഭരണജ്ഞാനത്താണ്. അവിടെ ഒത്തിരി വീടുകൾ കാണും കേട്ടാ, ഒരുപാട് വീട്. അവിടെ വന്നിട്ട് അച്ചായൻ ഒരു വീട്ടിൽ ഏത് വീട്ടിലും കോളിംഗ് ബെല്ല് അടിക്കണം. വീട് ഭയങ്കര വീടാണ് കേട്ടാ, 2 നില ഭയങ്കര വീടാണ്. കൂടി വന്ന അല്ല വീട് കണ്ടാൽ തോന്നുന്നു 100 പേരെങ്കിലും അതിനകത്ത് കാണുമെന്ന്. കോളിംഗ് ബെല്ല് അടിക്കണം. ആരെങ്കിലും ഇറങ്ങി വരുമോ? ഇല്ല. ചിലപ്പോഴെങ്ങാനും ജനൽ തുറന്നിട്ടിട്ട് 90 വയസ്സുള്ളൊരു വല്യപ്പൻ ഇങ്ങനെ കാണിക്കുന്ന കാണാം. വീട് കണ്ടാൽ തോന്നും ഒരു 100 പേരെങ്കിലും കാണും. അപ്പം ശരിക്കും ഈ വീട് പണിതിരിക്കുന്നത് എന്തിനാണ്? ഉപയോഗിക്കാനല്ല. ഈ വീട് പണിതിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇവന്റെ വലിപ്പം പ്രൗഢി കാണിക്കാനാണ്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ക്രിസ്ത്യാനി പണിതിരിക്കുന്ന വീടുകൾ. ഞാൻ 2 നിലയ്ക്കെതിരല്ല. രാമപുരത്ത് പണിതേക്കുന്നത് 36,000 സ്ക്വയർ ഫീറ്റാണ്. 36,000 സ്ക്വയർ ഫീറ്റ്. ഇവിടെ തൃശ്ശൂർ 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒരു വീട്. എല്ലാ ദിവസവും കൊണ്ടുവരുന്നു വരാന്നാണ് പറയുന്നത്. 6 ലക്ഷം, 35,000 സ്ക്വയർ ഫീറ്റ്. നിങ്ങൾ വീട് പണിതോ? ഇത് ഉപയോഗിക്കണം പ്രിയപ്പെട്ടവരെ. ഇനി വാഹനം നിങ്ങൾ ശ്രദ്ധിച്ച്. ഇവിടെ തൃശ്ശൂർ ഒരു പള്ളി പ്രസംഗം, അച്ഛൻ പറഞ്ഞ് എന്നെ കൊണ്ട് സ്റ്റാൻഡ് വിടാൻ കമ്മിറ്റിക്കാരനോട്. കാറ്, അയ്യോ എന്നാ കാറാന്നറിയൂ, സ്വിച്ച് ഇട്ടാൽ മതി അച്ചായ, എല്ലാം ഇങ്ങനെ പൊങ്ങി വരും. അതേലിരിക്കണം കേട്ടോ, സീറ്റ് വരെ പൊങ്ങി വരും. എന്നോട് ഇതുപോലത്തെ കയറിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. കോടികളുടെ കാറ്. മിക്കാൽ അങ്ങോട്ട് നിൽക്കുന്നു, ഗബ്രിയേൽ ഇങ്ങോട്ട് നിൽക്കുന്നു. കയറിയത് ഇവൻ പറഞ്ഞു പ്രാർത്ഥിക്കണം. ഞാൻ ചെന്താണ് ലോണാണ്. AC ഇട്ടിട്ടും പുള്ളി വേർക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ കെട്ടുവെള്ളം മേടിച്ചത്? അപ്പം എന്നോട് പറയല്ലേ, ബ്രദറെ എനിക്ക് സ്വർണ്ണക്കടയാണ്, കടയല്ല വിൽപ്പന. അപ്പം ഈ സ്വർണ്ണമായിട്ട് ചെല്ലുമ്പം ഈ കാറേ ചെന്നാലേ സ്വർണ്ണക്കടക്കാരൻ എഴുന്നേൽക്കും. കറക്റ്റ്. അപ്പോൾ ഇവൻ്റെ ചിന്താഗതി എന്താണെന്നറിയോ? ഈ കാറാണ് ഇവൻ്റെ വലിപ്പം. ഇവൻ്റെ ചിന്താഗതി, നമ്മുടെയും ചിന്താഗതി ഇതാണ്. ഞാൻ ഈയിടെ മോള് ചെന്നൈ പഠിക്കുമ്പം ഞാനും ഭാര്യയും കൂടെ ചെന്നിട്ട് ഒരു കൊച്ചു പറഞ്ഞു, പപ്പയും മമ്മയും കൂടെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് കുളിച്ച് റെഡിയാകാൻ പറഞ്ഞു. ഞങ്ങളുടെ ഓട്ടോയും വിളിച്ചുകൊണ്ടാണ് ചെന്നത്. അപ്പോൾ ആ ഹോട്ടലിൽ ഈ ഓട്ടോക്കാരെ കയറ്റിയല്ല, ഈ മുന്തിയ കാറിൽ ചെന്നാലേ കയറ്റുള്ളൂ. പക്ഷെ ഞാൻ ഈ സെക്യൂരിറ്റിയെ കണ്ടത് ഒരൊറ്റ ചിരിയും ഭയങ്കര. നമ്മൾ ദൈവവൈദ്യരാണല്ലോ, അയാൾ അറിയാതെ ഗേറ്റ് അകത്ത് കയറിയപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു അതിങ്ങനെ കയറിയത്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓട്ടോയിലകത്തേക്ക് ദൈവം ഇടപെട്ട് കേട്ടാ, ഞങ്ങൾ കൂളായിട്ട് കയറിയത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പോരിലല്ല. ഇന്ന് മനുഷ്യൻ്റെ ചിന്താഗതി അതാ. ഇട്ടിരിക്കുന്ന ആഭരണം, ഇവിടെ അമ്മച്ചി എന്നോട് പറയാം, സുനിലേ പള്ളിപ്പോക്ക് പോലും ഇല്ലടാ. കാരണം എന്താ? കെട്ടുതാലി. ഈ കെട്ടുതാലി എന്ന് പറയുന്നത് കെട്ടുതാലിയുടെ ഒന്നും അല്ല, അമ്മച്ചിയുടെ സ്വർണം പണയത്തിലാണ്. അപ്പം ഈ സ്ത്രീ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഈ സ്വർണമാണ് എൻ്റെ വലിപ്പം. പ്രിയപ്പെട്ട ദൈവജനമേ, ക്രിസ്തു കാലിത്തൊഴുത്തി പിറന്നതിനെന്നറിയോ? പിറന്ന വീടല്ല നിന്റെ വലിപ്പം, നിന്റെ വലിപ്പം നീയാണെന്ന് നിന്നെ പഠിപ്പിക്കാനാണ്. അപ്പോഴെന്താ പ്രത്യേകം അറിയോ? ക്രിസ്തുവിൻ്റെ ജനനത്തോട് ഐക്യപ്പെട്ട ഒരാൾക്ക് പിന്നെ ഇതുപോലത്തെ സൗധങ്ങൾ കെട്ടിപ്പോക്കാൻ പറ്റില്ല. കഴിഞ്ഞ നാൾ ഇടുക്കി രൂപതയെ ധ്യാനം +2 പിള്ളേർക്ക്. ഇടുക്കി ഭയങ്കരമാണ് കേട്ടാ. ഒരു പെങ്കൊച്ച് ഇത്തിരി വണ്ണമുള്ള കുട്ടി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നാണ്. ഞാൻ അടുത്ത് നുവർന്നിരുന്നു, കുഞ്ഞു കൂടിയിരിക്കുന്നു. നുവർന്നിരുന്ന ശരീരഭാഗങ്ങൾ കാണാം. ഞാൻ ചോദിച്ചു നിനക്ക് ഈ ചുരിദാറുള്ളോ? അപ്പോൾ അതിൻ്റെ കണ്ണീന്ന് പൊടുപൊടുവെന്ന് കണ്ണീര്. അതെന്നോട് പറയാം, ചുരിദാറല്ല ബ്രദറെ പ്രശ്നം എന്താണെന്നറിയോ? വീടിന് വാതിലെങ്ങനത്തെയാണെന്നറിയോ?
ഇല്ലി പൊട്ടിച്ചിട്ട് ഓല മടഞ്ഞിട്ട് കെട്ടി വെച്ചിരിക്കുന്നത്. രാത്രി എടുത്ത് കെട്ടും, കയറിട്ട് കെട്ടും. അതാണ് വാതിൽ. രാവിലെ കയറി പിടിച്ചിട്ട് എടുത്ത് മാറ്റി വെക്കും. അമ്മ ഏലത്തോട്ടത്തിൽ പോവും. അപ്പൻ ആസ്മാ രോഗിയാണ്. ഒരു കൊച്ചാങ്ങളയുണ്ട്. സംഭവം എന്താണെന്നറിയോ? പള്ളിയിൽ പെരുന്നാൾ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. ഇടുക്കിയിലൊക്കെ പെരുന്നാളിന് നാടകമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവളുടെ വീടിൻ്റെ മുറ്റത്തൂടിയാണ് ആളുകൾ പോകുന്നത്. ഇവളെ അമ്മയോട് പറഞ്ഞ് അമ്മ എൻ്റെ കൂടെ വന്ന് കിടക്കണം കേട്ടാ. കാരണം എന്താണെന്നറിയോ? അപ്പൻ ആസ്മാ രോഗിയാണ്. തണുപ്പ് കൂടുമ്പം ചട്ടിക്കകത്ത് കനൽ വെച്ചിട്ട് ചൂടാക്കി കൊടുക്കും അപ്പന്. അമ്മ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അവൾ എന്നോട് പറയുകയാണ്, പാതിരിയായപ്പോൾ ആരോ എൻ്റെ കൂടെ വന്ന് കിടന്നു ബ്രദറേ. ഈ വട്ടം പിടിച്ചപ്പോഴറിയുന്ന അമ്മയല്ലെന്ന്. ഒറ്റ അലർച്ച, 3 ദിവസം പനിച്ച് കിടന്നു. എന്നിട്ട് അത് കൈകൂപ്പിയിട്ട് എന്നോട് ചോദിച്ചു, ഒരു വാതിലുണ്ടായിരുന്നെങ്കിൽ. പ്രിയപ്പെട്ട ദൈവജനത്തോട് പറയട്ടെ, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ഒരാൾ, നിങ്ങൾ വീട് പണിതു, ഈ ഒരു നില മതി അച്ചായ, ഒരു നില മതി. എത്ര നിലയുണ്ട്? 1 ഉള്ളൂ. അടുത്ത ലോൺ എടുത്ത് നിങ്ങൾ എന്തിനിത് പണിയുന്നു പ്രിയപ്പെട്ടവരെ? ഞങ്ങളുടെ രാമപുരത്തിൻ്റെയൊക്കെ കഥകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതിഭയാനകമാണ്. എന്നിട്ട് നോക്കാനും ആളില്ല, ഇത് ക്ലീൻ ചെയ്യാനും ആളില്ല. ഇത് തിന്മയാണ് പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിൻ്റെ ജനനത്തോടായി നിങ്ങൾ ആവശ്യം നല്ല വീട് വേണം കേട്ടോ, നല്ല വാഹനം വേണം, നല്ല വീട് വേണം. ഞാൻ ഈ അഹമ്മദാബാദ് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോഴൊക്കെ ഞാൻ കണ്ട് അവിടെയൊക്കെ മനോഹരമായ വീട്. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന പണി ചെയ്യില്ല. എന്നിട്ട് ഭിത്തി കെട്ടി അതിനും പെയിൻറ്റ്. ഞാൻ നോക്കിയപ്പോൾ ഒരു അച്ചായൻ തെങ്ങിന് പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. വീടിൻ്റെ മുറ്റത്ത് തെങ്ങിന് പോലും. എന്നിട്ട് ഇതിനകത്ത് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, സ്വർഗസ്നായ പിതാവേ, അന്നു വേണ്ടുന്ന ആഹാരം ഉണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിനെ പറ്റിക്കരുത്. അപ്പോൾ എന്തിനാണ് ക്രിസ്തു കാലത്തൊഴുത്തി പറഞ്ഞത്? പിറന്ന ഇടമല്ല നിൻ്റെ വലിപ്പം, ഉപയോഗിക്കുന്ന വാഹനമല്ല നിൻ്റെ വലിപ്പം. എൻ്റെ മോള് ജർമ്മനി പഠിക്കുമ്പം കൊച്ചനോട് പറയുന്നൊരു കാര്യമുണ്ട്. പപ്പാ, അവിടെ സൈക്കിളിൽ പോകും ആളുകൾ, സൈക്കിളിൽ പോകും. കാറ്, ഒരാൾക്ക് സഞ്ചരിക്കാനുള്ള കാറുണ്ട്, അതിൽ പോകും. ഇനി അവിടെ ഏറ്റവും കൂടുതൽ അവർ മോശമായിട്ട് കരുതുന്ന ഏതാണ്? മോശമല്ല, വില കുറഞ്ഞ് കാണുന്ന ഏതാണെന്നറിയോ? ഏറ്റവും മുന്തിയ കാറിൽ വരുന്നവരെയാണ്. അവിടെ നടക്കുന്നവർക്കാണ് ഏറ്റവും പരിഗണന. ഇന്നിത് മേടിച്ച് കൂട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. എന്തു ആവശ്യത്തിന് വണ്ടി വേണം. പക്ഷേ ഈ വണ്ടി, വാഹനം, കാരണം നമ്മുടെയൊക്കെ ചിന്ത ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ക്രിസ്തു പിറന്നത് കാലിത്തൊഴുത്തിൽ, കിടന്നുറങ്ങിയത് വള്ളത്തിൻ്റെ അമരത്ത്, പെടഞ്ഞു മരിച്ചത് കുരിശിൽ. അവൻ്റെ മക്കളല്ലേ നമ്മൾ. എന്നിട്ട് നമ്മളൊക്കെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് മാറിയോ? 2ാമത്തെ ലക്ഷ്യം. അപ്പോൾ 1 എന്തെന്നില്ലാത്ത ആനന്ദം, 2 പുൽക്കൂടിൻ്റെ ദർശനം, 3 മറിയത്തിൻ്റെ ഭാഗ്യം. സമയം തീരുകയാണ്. മറിയത്തിൻ്റെ ഭാഗ്യം 3ാമത്തെ ദർശനം അതാണ്. കാഴ്ചപ്പാട് മാറണം. മറിയത്തിൻ്റെ ഭാഗ്യം. മറിയം പറഞ്ഞു, സകല തലമുറകളും എന്നെ എന്തെന്ന് വിളിക്കട്ടെ? ഭാഗ്യവതി എന്ന് വിളിക്കട്ടെ. എന്താണ് മറിയത്തിൻ്റെ ഭാഗ്യം? എന്താണ് ആൻറ്റി മറിയത്തിൻ്റെ ഭാഗ്യം? മറിയം ഭാഗ്യമായിട്ട് കണ്ടത്? 1 യേശുവിൻ്റെ അമ്മയാ ഭാഗ്യം. പക്ഷേ സംഭവം എന്താണെന്നറിയോ? അതൊന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയോ? ശ്രദ്ധിച്ചേ, ഈ വിവരം അറിഞ്ഞപ്പോൾ യോസേപ്പ് പിതാവ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാനാണ് തീരുമാനമെടുത്തത്. ഇങ്ങനെ ഒരു സ്ത്രീ ഗർഭിണിയായാൽ മോശയുടെ നിയമപ്രകാരം അവൾ എന്തു ചെയ്യും? കല്ലെറിഞ്ഞു കൊല്ലും. പ്രിയപ്പെട്ടവരെ, ഈ ദൂത് പറഞ്ഞത് 3 പേർക്കേ അറിയത്തുള്ളൂ. 1 ദൈവത്തിനറിയാം, 2 മറിയത്തിനറിയാം, 3 മാലാഹിക്കറിയാം. അല്ലാതെ ലോകത്തിൽ ആർക്കും അറിയില്ല, അല്ലേ? സത്യമാണ്. ശ്രദ്ധിച്ചേ, ശരിക്കും ഇത് യേശുവാണ് എന്ന് അവൾ ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല, ആരും വിശ്വസിക്കില്ല. സത്യത്തിൽ യോസേപ്പ് പിതാവ് പോലും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവൾ ഭാഗ്യമായിട്ട് കണ്ടതെന്താണെന്നറിയോ? എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടും, കല്ലെറിയപ്പെടും. പക്ഷെ അവൾക്കറിയാം, ആരെല്ലാം മനസ്സിലാക്കിയില്ലെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനെ വിളിച്ച പേരാണ് എന്ത്? ഭാഗ്യം. മറിയം ഭാഗ്യമായിട്ട് കണ്ടത്. അപ്പം ഞാൻ പറയട്ടെ, മനസ്സിലാക്കപ്പെടാതെ പോകുന്നതാണ് എന്ത്? ഭാഗ്യം. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഭർത്താവ് മനസ്സിലാക്കാതെ ഇരിക്കുമ്പം ആൻറ്റി പറയണം, സകല തലമുറകളും എന്നെ എന്തെന്ന് വിളിക്കട്ടെ? ഭാഗ്യവതി. അമ്മച്ചിക്ക് മരുമകൾ കഞ്ഞി തരാതിരിക്കുമ്പം കർത്താവിനോട് പറയണം, സകല തലമുറകളും എന്നെ എന്തെന്ന് വിളിക്കട്ടെ? ഭാഗ്യവതി എന്ന്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ് ഇടുക്കിയിൽ കുമളിയിൽ ധ്യാനം. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഭാര്യയെ ഒരാഴ്ചയായിട്ട് ഒന്നിച്ച് കഴിച്ചിട്ടില്ല. ഞാൻ രാത്രി 11 മണിയാകുമ്പം കോതമംഗലത്തെത്തും, നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. അവൾക്കറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കപ്പയും അയലക്കറിയാണ്. അവൾ രാവിലെ കപ്പ വേവിച്ചിട്ട് സ്കൂളിൽ പോയി. ഈ കപ്പ വേവിച്ച് അടുപ്പിൻ്റെ അടുത്ത് വെച്ചാൽ, അന്ന് ഈ ഗ്യാസൊന്നുമില്ല, വിറക് വെച്ചാണ് കത്തിക്കുന്നത്. അങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇത് എന്തു ചെയ്യും? ഇത് വളിച്ചു പോകും.
എന്നാൽ ഇവൾ ഞാൻ വരുന്നതിന് മുമ്പ് ഒന്ന് എടുത്തു നോക്കണ്ടേ? അവൾ എടുത്തു. ഞാൻ വരുന്നതിന് മുമ്പ് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് ഈ വളിച്ച കപ്പ നന്നായിട്ട് ചൂടാക്കി ഇളക്കി. അപ്പോൾ വളിച്ച കപ്പ പുളിച്ചു. കറക്റ്റ്. ഞാൻ വഴിക്ക് വെച്ച് ബസ്സുകാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഓടി വരികയാണ്. വന്നപ്പോൾ ഇത് എടുത്തു വെച്ചത് ഒരു മണം. ചിരിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ എനിക്ക് തരികയാണ്. ഞാൻ പറഞ്ഞു ഇത് വളിച്ചു പോയല്ലോ. അപ്പോൾ അവൾ എന്നോട് പറയാ എന്നാ അരി ഇടാമെന്ന്. പെട്ടെന്ന് ഞാൻ ഓർത്തു സകല തലമുറകളും എന്നെ എന്തെന്ന് വിളിക്കട്ടെ, ഭാഗ്യവാൻ. കറക്റ്റ് ഉണ്ടോ? അപ്പം സിസ്റ്റർ ഓർത്തോണം. മദർ മനസ്സിലാക്കാത്തപ്പോൾ സിസ്റ്റർ എന്നാ പറയണം? നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. നിങ്ങൾക്കറിയണോ, ഞാൻ അൽഫോൻസാമ്മയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. ശ്രദ്ധിച്ചേ, ലോകത്തിൽ ആർക്കും അവളെ മനസ്സിലായില്ല. പക്ഷെ നിങ്ങൾക്കറിയണോ, അൾത്താരയിൽ ആദ്യം ഉയർത്തപ്പെട്ടത് അവളാണ്. കുമ്പസാരക്കാരനായ അച്ഛന് മാത്രമേ മനസ്സിലായുള്ളൂ. ചാവറപ്പിതാവാണ് രോഗശാന്തി കൊടുത്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ചാവറപ്പിതാവ് വിശുദ്ധനായത്. അൽഫോൻസാമ്മ ഇനി കേൾക്കണോ, ഞാൻ ചാച്ചി എന്നാണ് വിളിക്കുന്നത്. എംബ്രയിൽ സിസ്റ്ററാണ് ചാച്ചി. ഒരിക്കലും ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അൽഫോൻസാമ്മയുടെ മരണ ഫോട്ടോ, അതിനകത്ത് നിലത്തിരിക്കുന്നൊരു പൊടി കുഞ്ഞ്. എന്നോട് ചാച്ചി പറയും ഇത് ഞാനാണ്. ഞാൻ ചോദിച്ചത് എങ്ങനെ കയറിക്കൂടി? അപ്പോൾ അതെന്നോട് പറയല്ലേ, ഞങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പം അൽഫോൻസാമ്മയുടെ അടുത്ത് പോകും. ഞങ്ങൾ കൊണ്ടുപോയി പൂക്കളൊക്കെ കൊണ്ടുപോയി കൊടുക്കും ഇതിന്. അപ്പോൾ അൽഫോൻസാമ്മയോട് പ്രാർത്ഥിക്കാൻ പറയും. അത് പ്രാർത്ഥിക്കും. എന്നിട്ടും സ്കൂളിൽ പോകും. എന്നിട്ട് ഇതെന്നോട് പറയുക, ഒരു ദിവസം ഞങ്ങൾ സ്കൂളിലേക്ക് ചെന്നപ്പം ആൺപിള്ളേരെല്ലാം തിരിച്ചു പോവുക. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു മഠത്തിലൊരു സിസ്റ്റർ മരിച്ചുപോയി. അപ്പോൾ ഇവർക്കറിയില്ല ആരാന്ന്. അവിടെ ചെന്നപ്പോൾ ഈ അൽഫോൻസ് ആരാന്ന് അവർക്ക് അങ്ങനെയൊന്നും വലിയ ബന്ധങ്ങളില്ല. മരിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു, ഇവർ പെൺപിള്ളേരായതുകൊണ്ട് ഇവർ തിരിച്ചു പോയില്ല. ഇവരവിടെ തന്നെ നിന്നു അടക്കിന്. ഇനി കേൾക്കണോ, അടക്കിന് നിൽക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ ഈ പിള്ളേരെ എല്ലാം കയറ്റി അങ്ങനെ ഇരുന്നാണ് ഈ ചാച്ചി. അങ്ങനെ ഇരുന്നാണ്. ലോകത്തിൽ ആർക്കും അവളെ മനസ്സിലായില്ല. പക്ഷെ ഒരാൾക്ക് മനസ്സിലായി, ദൈവത്തിന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? ആരും മനസ്സിലാക്കാതിരിക്കുന്നതാണ്. മക്കൾ പോലും നമ്മളെ മനസ്സിലാക്കരുത്. മനസ്സിലാക്കാതെ വരുന്നത് ഭാഗ്യമായിട്ട് കാണും. അതാണ് മൂന്നാമത്തെ ലക്ഷണം കേട്ടാ. അപ്പം മരുമകൾ മനസ്സിലാക്കാതിരിക്കുമ്പോൾ അമ്മച്ചി പറയണം സകല തലമുറകളും നമ്മുടെ പ്രശ്നം എന്നറിയോ? എൻ്റെയും പ്രശ്നം അതാണ്. ഒന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പ്രാർത്ഥിക്കും, ആർക്കും മനസ്സിലാകരുത്, തമ്പുരാനും മനസ്സിലാകും. എന്നെ തമ്പുരാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്, ഇന്ന് എവിടെയൊക്കെ ചെല്ലുമ്പോൾ ചേർത്ത് പിടിക്കും. ഇതെല്ലാം കാര്യങ്ങൾ, ഇതെല്ലാം നന്മകൾ. സത്യമാണ് പ്രിയപ്പെട്ടവർ. ഈശോ മനസ്സിലാക്കിയാലുണ്ടല്ലോ പിന്നെ ലോകത്തിലൊരു മനുഷ്യൻ്റെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ നിൽക്കില്ല. അതുകൊണ്ട് ഇന്നു മുതൽ പ്രാർത്ഥിക്കണം, ഭർത്താവ് മനസ്സിലാക്കാതിരിക്കട്ടെ, മക്കൾ മനസ്സിലാക്കാതിരിക്കട്ടെ, ജീവിതത്തിൽ ആരും മനസ്സിലാക്കാതെ പോകട്ടെ, ദൈവം മനസ്സിലാക്കട്ടെ. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവം ഒന്ന് മനസ്സിലാക്കിയാൽ പിന്നെന്തിനാണ് നിങ്ങൾ കരയുന്നത്?